വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയ SCERT ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പൂക്കാം കഴിക്കാം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് സസ്യങ്ങളെ കുറിച്ചിട്ട് ജെനിപ്പുടം, കേസരപ്പുടമൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളേജാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ വേറെയും SCERT ക്ലാസ്സുകൾ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ PSC റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? പൂക്കാം കഴിക്കാം എന്നാണ്. ഇവിടെ നമുക്ക് പിക്ചറിൽ ഒരു കുട്ടി പറയുന്നുണ്ട് അല്ലേ, ഗാർഡനിങ് ഏരിയയിൽ കുറച്ച് പിള്ളേർ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്? എല്ലാ പൂക്കളിൽ നിന്നും ഇതുപോലെ കായ്കൾ ഉണ്ടാകുമോ എന്ന് ടീച്ചറിനോട് ചോദിക്കുന്നുണ്ട്. എല്ലാ പൂക്കളിലും കായ്കൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിലേതെല്ലാം പൂക്കൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? കൂട്ടുകാരുമായി ചേർന്ന് ഈ പൂക്കൾ എഴുതാൻ പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ പിക്ചറിൽ കാണുന്നത് എന്താണ്? മുക്കുറ്റി അല്ലേ. ഫസ്റ്റത്തെ കാണുന്നത് മുക്കുറ്റിയാണ്. രണ്ടാമത്തെ എന്താണ്? തുമ്പയാണ് അല്ലേ. തുമ്പയാണ്. നെക്സ്റ്റ് എന്താണ് കാണുന്നത്? തൊട്ടാവാടി അല്ലേ. തൊട്ടാവാടി തൊട്ടാവാടിയാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെന്താണ്? കണിക്കൊന്ന അല്ലേ. നെക്സ്റ്റ് പിക്ചറിൽ കാണുന്നത് എന്താണ്? കണിക്കൊന്നയാണ് അല്ലേ. കണിക്കൊന്ന. ഓക്കെ, അപ്പോൾ തുമ്പ, തൊട്ടാവാടി, കണിക്കൊന്ന, മുക്കുറ്റിയൊക്കെ നമ്മൾ ഇതിൽ കണ്ടു. എല്ലാ പൂക്കളും ഒരേപോലെയല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തൊക്കെ കാര്യങ്ങളിലാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ഓരോ പൂക്കളെടുത്ത് നോക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? റോസാപ്പൂവിനാണെന്നുണ്ടെങ്കിൽ എടുക്കുകയാണെങ്കിൽ റോസാപ്പൂവിൻ്റെ നിറം എന്താണ്? ചുവപ്പാണ്. മണമുണ്ടോ? റോസാപ്പൂവിന് ഉണ്ട് അല്ലേ. ഒറ്റ പൂവാണ്, പൂങ്കുലിയായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു പൂവായിട്ടല്ലേ കാണപ്പെടുന്നത്. ഇതളുകൾ എത്ര ഉണ്ട്? കുറേ ഉണ്ട് അല്ലേ. ധാരാളം ഇതളുകളുണ്ട് അല്ലേ. ഇനി നമുക്കിപ്പോൾ വേറെ നോക്കാം. ചെത്തി എടുത്ത് നോക്കുകയാണെങ്കിലോ, ചെത്തിയുടെ നിറം എന്താണ്? ചെത്തി പല കളറിലും കാണപ്പെടുന്നുണ്ട്. ചുവപ്പാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പം ചുവപ്പാണെന്നുണ്ടെങ്കിൽ ചെത്തി ചുവപ്പാണെന്ന് വിചാരിക്കും. ചെത്തി അല്ലെങ്കിൽ തെച്ചി കേട്ടോ. അതിന് മണമുണ്ടോ? ചെത്തിക്ക് മണമുണ്ടോ? ഇല്ല അല്ലേ. ഇനി എന്താണ്? ഒറ്റപ്പൂവാണ്, പൂങ്കുലിയായിട്ടാണോ? പൂങ്കുലിയായിട്ടാണ് അല്ലേ കാണപ്പെടുന്നത്. പൂങ്കുലിയായിട്ടാണ്. കുറേ പൂക്കളുണ്ടായിരിക്കും അല്ലേ. ഒരു ഇതിൽ തന്നെ കുറേ കുഞ്ഞു പൂക്കളുണ്ടായിരിക്കും. എത്ര ഇതളുകൾ ഉണ്ടായിരിക്കും? 4 ഇതളുകളാണ് ഉണ്ടാവുക അല്ലേ. ഒരു ചെത്തിപ്പൂ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം നമുക്ക് 4 ഇതളുകളാണ് കാണപ്പെടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മുല്ല നോക്കുകയാണെങ്കിലോ, മുല്ലയുടെ കളർ എന്താണ്? വെള്ള കളറാണല്ലോ. മണമുണ്ടോ? മുല്ലയ്ക്ക് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒറ്റപ്പൂവാണ്, പൂങ്കുലിയാണോ? ഒറ്റപ്പൂവാണല്ലോ അല്ലേ. ഒറ്റപ്പൂവാണ്. ഇതളുകൾ എത്ര ഉണ്ട്? ധാരാളം ഇതളുകളുണ്ട് അല്ലേ. ധാരാളം ഇതളുകളുണ്ട്. ഇനി താമരയാണെങ്കിലോ, താമരയുടെ നിറം എന്താണ്? പിങ്കാണ്. മണമുണ്ടോ? ഉണ്ട് അല്ലേ. ഇനി ഒറ്റപ്പൂവാണോ? പൂങ്കുലിയാണോ? ഒറ്റപ്പൂവാണ്. ഇനി ധാരാളം ഇതളുകളുണ്ടോ? ഉണ്ട്, ധാരാളം ഇതളുകളുണ്ട് അല്ലേ. നിങ്ങൾ നിരീക്ഷിച്ച വിവിധ പൂക്കളുടെ നിറം, മണം, ഇതളുകളുടെ എണ്ണം എന്നിവ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയല്ലോ. നമ്മൾ കുറേ പൂക്കൾ കണ്ടു, അവരുടെ നിറം, മണം, അതുപോലെ തന്നെ എല്ലാം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? എല്ലാതും ഡിഫറെൻ്റ് ആണല്ലേ. ഒരുപോലെ എല്ലാം എന്ന് മനസ്സിലായി. പൂക്കൾക്ക് ഇതളുകൾ മാത്രമാണോ ഉള്ളത്? അല്ലല്ലോ. എന്തൊക്കെ ഉണ്ട് നോക്കാം. നമുക്ക് ഓരോ ഭാഗങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പൂക്കളുടെ ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അതിനായി ഒരു ചെമ്പരത്തി പൂവ് നിരീക്ഷിക്കൂ. ഏതൊക്കെ ഭാഗങ്ങളാണ് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? നോക്കിയേ. ഇവിടെ നമുക്ക് ചെമ്പരത്തിപ്പൂ തന്നിട്ടുണ്ട് അല്ലേ. ചെമ്പരത്തിപ്പൂ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചെമ്പരത്തിപ്പൂവിൽ എന്താണ് ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെമ്പരത്തിപ്പൂവിൽ ഫസ്റ്റ് ഇതളല്ലേ. ഇതളിന് എന്താ പറയുക? ഇതളിനെ എന്താണ് പറയുന്നത്? ഇതളിനെ ദളം എന്നാണ് പറയുക അല്ലേ. ഇതളിനെ എന്താ പറയുന്നത്? ദളം എന്നാണ് ഇതളിനെ പറയുന്നത്. എന്താണ്? ദളം എന്നാണ്. ഇനി നോക്കിയൊക്കെ ഇവിടെ പച്ച കളറിൽ കാണുന്നുണ്ടല്ലേ. പച്ച കളറിൽ അല്ലേ. അതിനെന്താ പറയുക? വിതളം എന്നാണ് പറയുന്നത്. ഇനി അടിയിൽ എന്താ കാണപ്പെടുന്നത്? അടിയിൽ നോക്കിയൊക്കെ ഈ ഒരു സാധനം തന്നെ എന്താണ്? അതെന്താണ്? പൂഞ്ഞെട്ടാണ് കേട്ടോ. പൂഞ്ഞെട്ട്. ഓക്കെ, പൂഞ്ഞെട്ടാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ദളം, വിതളം, പൂഞ്ഞെട്ട് കണ്ടു അല്ലേ. ഒരു പൂവിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പിക്ചറിൽ കാണുന്നുണ്ട്.
ഇനി നമുക്ക് എന്താണ് കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പൂഞ്ഞെട്ട് എന്ന് വെച്ചാൽ എന്താണ്? പൂഞ്ഞെട്ട് പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നതാണ് അല്ലേ. നമുക്ക് നോക്കി നോക്കി പൂഞ്ഞെട്ട് മനസ്സിലായില്ലേ, ഇതാണ് പൂഞ്ഞെട്ട് എന്ന് പറയുന്നത്. അത് പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. ഇനി പുഷ്പാസനം, പൂഞ്ഞെട്ടിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? പെഡീസൽ എന്നാണ് കേട്ടോ, പെഡീസൽ എന്നാണ് പറയുന്നത്. ഇനി പുഷ്പാസനം എന്ന് വെച്ചതാണ് പുഷ്പാസനം, പുഷ്പം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ. അതായത് പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നതാണ് പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് എന്ന് പറയുന്നത്. നമുക്ക് പുഷ്പാസനം എന്താണെന്ന് തന്നിട്ടുണ്ട്, നോക്കി നോക്കിയേ, ഇതാണ് പുഷ്പാസനം എന്ന് പറയുന്നത്. ഇരിക്കല്ലേ ചെയ്യുന്നത്, പൂവിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ പുഷ്പാസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത് തലാമസ് എന്നല്ലേ. ഇനി വിതളപുടം എന്താണ്? വിതളപുടം, വിതളപുടം എന്ന് വെച്ചാൽ എന്താണ്? നോക്കി നോക്കിയേ, ഇവിടെ നമുക്ക് ചെമ്പരത്തി പൂ എടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും, ഒരു ഇല പോലെ അല്ലേ, കുഞ്ഞില പോലെ ഇങ്ങനെ എടുക്കുന്നത് കാണാനായിട്ട് പറ്റില്ലോ, അതിനെയാണ് വിതളപുടം എന്ന് പറയുന്നത്. വിതളപുടം എന്ന് വെച്ചാൽ എന്താണ്? വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. വിതളങ്ങൾ നമുക്ക് നേരത്തെ കണ്ടു അല്ലേ, വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. പൂമുട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിനാണ് ഈ വിതളപുടം ഉപയോഗിക്കുന്നത്. എന്താണ് വിതളപുടം എന്ന് വെച്ചാൽ എന്താണ്? പൂമുട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ദളപുടം, ദളപുടം എന്ന് വെച്ചാൽ എന്താണ് ദളപുടം എന്ന് വെച്ചാൽ? ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതായിരിക്കും. ഏതാണ്? നമുക്ക് ദളപുടം എന്ന് വെച്ചാൽ നോക്കി നോക്കി, ഇതാണല്ലേ എതളില്ലേ, ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് ദളപുടം. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നതാണ് ദളപുടമാണല്ലേ. അതായത് ഇതളിന് പല കളറും അല്ലേ, നമുക്ക് ആകർഷണമൊക്കെ നൽകുന്നതാണ്. ഇതളുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കിയാൽ മതി, അപ്പോൾ ദളപുടമാണ് അല്ലേ. ഇനി എന്താണ് കേസരപുടം എന്ന് വെച്ചാൽ? കേസരപുടം എന്ന് പറയുന്നത് നമുക്ക് പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കേസരപുടം എന്ന് പറയുന്നത്. ഇതാണ് കേസരപുടം എന്ന് പറയുന്നത്, കണ്ടോ. ഈ കേസരപുടം എന്ന് വെച്ചാൽ കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. ഇതെന്ന് പറയുന്നത് പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ്. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇനി ഗൈനീഷ്യം അല്ലെങ്കിൽ ജനീപുടം എന്ന് വെച്ചപ്പോൾ എന്തായിരിക്കും? പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമായിരിക്കും. ജനീപുടത്തിൽ ഒന്നോ അതിലധികമോ ജനികൾ ഉണ്ടാകാം. ജനീപുടം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ജനീപുടം എന്ന് പറയുന്നത് ഇതാണ് ജനീപുടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനീപുടത്തിൽ ഒന്നോ ഒന്നിലധികമോ ജനികൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ ജനീപുടം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു മഞ്ഞ കളറിൽ പൂമ്പൊടി പോലെ കാണുന്നില്ലേ, അതിനെയാണ് കേസരപുടം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. എന്താണ് പൂഞ്ഞെട്ട് എന്ന് വെച്ചാൽ പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് എന്ന് വെച്ചാൽ പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു. വിതളപുടം എന്ന് വെച്ചാൽ എന്താണ്? കാലിക്സ് എന്ന് വെച്ചാൽ വിതളം. വിതളപുടം എന്ന് വെച്ചാൽ എന്താണ്? വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. പൂമുട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് വിതളപുടം എന്ന് പറയുന്നത്. കാലിക്സ്. ഇനി ദളപുടം കൊറോല എന്ന് വെച്ചാൽ എന്താണ്? കൊറോല എന്ന് വെച്ചാൽ എന്താണ്? ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നുണ്ട്. കേസരപുടം ആൻഡ്രീഷ്യം കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ്. ജനീപുടം എന്ന് വെച്ചാൽ എന്താണ്? ഗൈനീഷ്യമാണ്. പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. ജനീപുടത്തിൽ ഒന്നോ ഒന്നിലധികമോ ജനികൾ ഉണ്ടാകാം. പൂവിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും വ്യത്യസ്ത ധർമ്മങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നിരീക്ഷിക്കാം, പഠിക്കാം. പൂവിൻ്റെ ഓരോ ഭാഗവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാമഗ്രികൾ വേണ്ടി വരും? വ്യത്യസ്തമായ പൂക്കൾ വേണം, അതുപോലെ തന്നെ ഹാൻഡ് ലെൻസ് വേണം അല്ലേ, ഫോഴ്സ് സബ്സ് വേണം, അതുപോലെ തന്നെ വെള്ള പേപ്പർ വേണം. അങ്ങനെ ഓരോ പൂവും ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഓരോ ഭാഗങ്ങളായി കാണപ്പെടുന്നുണ്ടോ, നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ടോ നോക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടീച്ചറുടെ സഹായത്തോടെ ജനീപുടം നെടുകെ മുറിച്ച് ഭാഗങ്ങൾ നിരീക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താണ് പൂർണ്ണ പുഷ്പം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പൂർണ്ണ പുഷ്പം എന്ന് വെച്ചാൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? അതിന് പ്രത്യേക ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമോ? നോക്കി നോക്കിയേ, വിതളപുടം ഉണ്ടായിരിക്കും, ദളപുടം ഉണ്ടായിരിക്കും, കേസരപുടം, ജനീപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായും കാണപ്പെടുന്നത്. ഈ 4 ഭാഗങ്ങളുള്ള പൂവിനെയാണ് പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണ പുഷ്പം എന്ന് വെച്ചാൽ എന്താണ്? 4 ഭാഗങ്ങൾ, പ്രത്യേകമായിട്ടുള്ള 4 ഭാഗങ്ങൾ അല്ലേ. എല്ലാ പൂക്കളിലും എന്തായാലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന 4 ഭാഗങ്ങളാണ് ഈ വിതളപുടം, ദളപുടം, കേസരപുടം, ജനീപുടം എന്നിവ. അപ്പോൾ ഈ 4 ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഫ്ലവർ ആണെന്ന് പറയാം. നെക്സ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാം. എല്ലാ പുഷ്പങ്ങളും പൂർണ്ണ പുഷ്പങ്ങളാണോ, അതായത് പൂഞ്ഞിട്ടും പുഷ്പാസനം, അതായത് ഓരോ ഭാഗങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ചെമ്പരത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിക്ക് പൂഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ. പുഷ്പാസനം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ. വിധളം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ. ദളം ഉണ്ടായിരുന്നോ? ഉണ്ടല്ലേ. ചുവപ്പ് കളർ നമ്മൾ പറഞ്ഞില്ല പിക്ചറിൽ ദളം ഉണ്ടായിരുന്നോ. കേസരപ്പുഴ ഉണ്ടോ? ഉണ്ടല്ലേ. ജനിപ്പുഴ ആണെങ്കിലോ ഉണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഓരോ പൂക്കളുടെ നോക്കിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പൂക്കാത്ത സസ്യങ്ങൾ. എല്ലാ ചെടികളും പുഷ്പിക്കുമോ? പൂക്കാത്ത ചെടികൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടോ? എന്താണ് എല്ലാ ചെടികളും പുഷ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അറിയുന്ന പുഷ്പിക്കാത്ത ചെടികൾ ഏതൊക്കെ അറിയാം? പൈനില്ലേ, പൈൻ, സൈക്കസ്, അതുപോലെ തന്നെ പന്നിൽ. കറ്റാർ വാഴ പുഷ്പിക്കോ? ഇല്ല. മണി പ്ലാന്റോ? പായലുകൾ എന്നിവയൊന്നാണ് പുഷ്പിക്കാത്ത സസ്യങ്ങളാണ് അല്ലേ. അപ്പോൾ നോക്കി ഇവിടെ നമുക്ക് പൈൻ നൽകിയിട്ടുണ്ട്, സൈക്കസ്, അതുപോലെ തന്നെ പന്നൽ എന്നിവയൊന്നും പുഷ്പിക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ് കറ്റാർ വാഴ, മണി പ്ലാന്റ്, പായലുകളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നീലക്കുറിഞ്ഞിയുടെ സയൻറ്റിഫിക് നെയിം ചോദിക്കാറുണ്ട്. എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. പഠിച്ചു വയ്ക്കുക. സ്ട്രോബിലാന്തസ് കുന്തിയാന. നീലപ്പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞികളിൽ മാത്രമാണ് ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഇവ 12 വർഷത്തിലൊരിക്കൽ കൂട്ടമായി പൂവിടുന്നു. നീലക്കുറിഞ്ഞി അല്ലേ, 12 വർഷത്തിലൊരിക്കലാണ് പൂവിടുന്നത്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഈ നീലക്കുറിഞ്ഞിയുടെ പൂക്കാലം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നതിന് ഇവിടെ പഠിച്ചു വയ്ക്കുക. നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്നതാണ് സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൂവിൻ്റെ ധർമ്മങ്ങൾ. ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പൂക്കൾ ഉണ്ടാവുക എന്താണ് ഉണ്ടാവുക? ഫലം ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഫലം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ തന്നെ വിത്ത് ഉണ്ടാകുന്നില്ലേ, അതിൽ നിന്നും എന്താണ് ചെടികൾ ഉണ്ടാകുന്നില്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഈ പൂവിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? നോക്കിക്കൂടെ, തക്കാളിയുടെ പൂ നൽകിയിട്ടുണ്ട്. ഈ പൂവിൽ നിന്ന് എന്തായി? തക്കാളി ഉണ്ടായില്ലേ. ഈ തക്കാളിയിൽ നിന്നും വിത്തുണ്ടായിട്ട് എന്തായി? പുതിയൊരു ചെടി ഉണ്ടായി. അപ്പോൾ ഇവിടെ പ്രത്യുൽപാദനമാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പ്രധാന ധർമ്മങ്ങൾ പറയുകയാണെങ്കിൽ? പൂവിൽ നിന്ന് ഫലം ഉണ്ടാകുന്നു. ഓക്കെ, പൂവിൽ നിന്ന് ഫലം ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് പറഞ്ഞേ? പൂവിൽ നിന്ന് ഫലമുണ്ടാകും, ഫലത്തിനുള്ളിൽ നിന്ന് വിത്ത് ഉണ്ടാകും. ഫലത്തിനുള്ളിൽ നിന്ന് എന്തുണ്ടാകും? വിത്ത് ഉണ്ടാകുന്നുണ്ട്. ഈ വിത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് പുതിയ ചെടി ഉണ്ടാകുന്നുണ്ട് അല്ലേ. പുതിയ ചെടി ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആ പിക്ചർ തന്നെ മനസ്സിലാലോചിച്ചാലും മതി, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അല്ലേ. ഇനി ഫലവും വിത്തും. പൂവിൽ നിന്ന് ഫലവും ഫലത്തിനുള്ളിലെ വിത്തിൽ നിന്ന് പുതിയ ചെടിയും ഉണ്ടാകുന്നു എന്ന ചിത്രീകരണത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. പൂവിൽ നിന്ന് ഫലമുണ്ടാകുന്നു, ഫലത്തിൽ നിന്ന് വിത്തുണ്ടാകുന്നു, വിത്തിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നു. എങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തവും ഉണ്ടാകുന്നത്? എങ്ങനെയായിരിക്കും ഫലവും വിത്ത് ഉണ്ടാകുന്നത്? എങ്ങനെയായിരിക്കും? പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? ഏതൊക്കെയാണ്? ആൺ പ്രത്യുൽപാദന അവയവം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഏതാണ് ആൺ പ്രത്യുൽപാദന അവയവം? ഏതാണ്? കേസരപുടമായിരുന്നു അല്ലേ. കേസരപുടമായിരുന്നു ആൺ പ്രത്യുൽപാദന അവയവം. ഇനി പെൺ പ്രത്യുൽപാദന അവയവം ഏതായിരുന്നു? ജനീപുടമാണ് അല്ലേ. ജനീപുടമാണ് പെൺ പ്രത്യുൽപാദന അവയവം. ഓക്കെ, ഇനി താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ച് കേസരത്തിൻ്റെയും ജനിയുടെയും ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. നോക്കി, ഏതാണ് ജനി എന്ന് പറയുന്നത്? നമുക്ക് ഈ നടുക്ക് പച്ച കളറിൽ കാണുന്നില്ലേ, ഇതാണ് ജനി എന്ന് പറയുന്നത്. ഓക്കെ, കേസരം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾക്ക് ഓരോ ഈ മഞ്ഞ കളറിൽ കാണില്ലേ, പൂമ്പിടി എന്നൊക്കെ നമുക്ക് അറിയില്ലേ. അപ്പോൾ ആ ഒരു ഇതിനെയാണെന്ന് പറയുന്നത് കേസരം എന്ന് പറയുന്നത്. അപ്പോൾ കേസരത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കേസരത്തിൽ എന്തൊക്കെയുണ്ട്? പരാഗിയുണ്ട്. പരാഗി എന്ന് പറയുന്നത് ആ മഞ്ഞ കളറിലുള്ളതാണ് പരാഗി എന്ന് പറയുന്നത്. ജസ്റ്റ് ചെമ്പരത്തി പൂക്ക് ഇടുന്ന വെറുതെ നടക്കുമ്പോൾ ഒന്ന് നോക്കി നോക്കാം ചെമ്പരത്തി പൂ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ മഞ്ഞ കളറുള്ളതിനാണെന്ന് പറയുന്നത് പരാഗി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു വടിയില്ലേ, ഒരു വടി കാണുന്നില്ലേ, ആ ഒരു വടി എന്ന് പറയുന്നത് തന്തുകം എന്ന് പറയുന്നത്. അപ്പോൾ കേസരത്തിൽ എന്തൊക്കെയുണ്ട്? പരാഗിയും തന്തുകവും ഉണ്ട്. ഇനി നമുക്ക് ജനി നോക്കുകയാണെങ്കിലോ,
ജെനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പച്ചയുടെ ഉള്ളിൽ നമ്മൾ കറക്റ്റ് കണ്ടാവും, അത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പരാഗണ സ്ഥലം എന്ന് പറയുന്നത് ഈ മുകളിലുള്ള ഒരു ഭാഗമാണ് പരാഗണ സ്ഥലം എന്ന് പറയുന്നത്. പരാഗണ സ്ഥലം എന്ന് പറയുന്നത് ജനിദണ്ഡ്, ദണ്ഡ് എന്ന് വെച്ചാൽ എന്താണ് ഒരു വടി പോലെ അല്ലേ. അപ്പോൾ ജനിദണ്ഡ് എന്ന് പറയുന്നത് ഇതാണ് ജനിദണ്ഡ് എന്ന് പറയുന്നത്. ഇനി അണ്ഡാശയം ഏതാണ്? അണ്ഡാശയം ഇവിടെ ഇങ്ങനെ കാണുന്നില്ലേ, ഈ ഒരു ആകൃതിയിൽ കാണപ്പെടുന്നതാണ് അണ്ഡാശയം എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് ഓവ്യൂൾ ഉണ്ടായിരിക്കുന്നത്. അണ്ഡാശയത്തിനുള്ളിലാണ് ഓവ്യൂൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ജനിയിലുള്ളത്? പരാഗണ സ്ഥലമുണ്ട്, ജനിദണ്ഡുണ്ട്, അണ്ഡാശയമുണ്ട്, ഓവ്യൂളുണ്ട്. അപ്പോൾ കേസരപുടം എന്ന് പറയുന്നത് കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം എന്ന് പറയുന്നത്. കേസരത്തിന് എന്തൊക്കെയാണ്? തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പരാഗി, തന്തുകം എന്ന് വെച്ചാൽ എന്താണ്? ഫിലമെൻ്റ്. പരാഗി എന്ന് വെച്ചാൽ എന്താണ്? ഏന്തർ. അപ്പോൾ തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളാണ് കേസരപുടത്തിനുള്ളത്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. അപ്പോൾ പരാഗിയിലെ എവിടെയാണുള്ളത്? അറകളിലെ. പരാഗിയിലെ അറകളിലാണ്. അതായത് പരാഗി എന്ന് പറയുന്നത് ഏതാണ് നമ്മൾക്ക് പരാഗി മഞ്ഞ കളറാണെന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? പരാഗരേണുക്കൾ ഉള്ളത്. അതാണല്ലേ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ പരാഗണം നടക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ടായിരിക്കും, നോക്കാം. ഇനി അപ്പോൾ ഈ പുംബീജത്തെ, അതായത് ആൺബീജകോശമാണ് പുംബീജം എന്ന് പറയുന്നത്, വഹിക്കുന്ന ഭാഗങ്ങളെയാണ് പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. അതായത് പുംബീജത്തെയാണല്ലേ, പുംബീജത്തെ വഹിക്കുന്നതാണ് പരാഗരേണുക്കൾ. ഏതാണ്? പുംബീജത്തെയാണ് വഹിക്കുന്നത്. പരാഗിയിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. അപ്പോൾ എന്തിലാണ് പറഞ്ഞത്? എന്താ പറഞ്ഞത് എന്ന് പറയുന്നത്? എന്താണ്? ആണല്ലേ, അതായത് മെയിൽ അല്ലേ. കേസരപുടം എന്ന് വെച്ചാൽ എന്താണ്? ആൺ പ്രത്യുൽപാദന അവയവമാണ് എന്നൊക്കെയും പിന്നെ പറഞ്ഞത് കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം എന്ന് പറയുന്ന. ഈ കേസരത്തിന് തന്തുകം, അതുപോലെ തന്നെ അതായത് ഫിലമെൻ്റ് അല്ലെങ്കിൽ പരാഗി എന്ന ഭാഗങ്ങളാണുള്ളത്. പരാഗിയിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. പരാഗരേണുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? പരാഗരേണുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? പരാഗരേണുക്കൾ പരാഗണം നടത്താൻ സഹായിക്കുന്നതാണ് അല്ലേ ഈ പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരാഗരേണുക്കൾ ഉണ്ട്. അതുപോലെ തന്നെ പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങൾ കൂടിയാണ് ഈ പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. ഇനി ജനീപുടം നോക്കുകയാണെങ്കിൽ പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനീപുടം എന്ന് പറയുന്നത്. ജനയിൽ എന്തുണ്ട്? പരാഗണ സ്ഥലം, അതായത് സ്റ്റിഗ്മ ഉണ്ട്. അതുപോലെ ജനീദണ്ഡ് സ്റ്റൈലുണ്ട്, അണ്ഡാശയം, ഓവറി എന്നീ ഭാഗങ്ങളുണ്ട്. ജനയിൽ പരാഗണ സ്ഥലം സ്റ്റിഗ്മ, ജനീദണ്ഡ് സ്റ്റൈല്, അണ്ഡാശയം, ഓവറി എന്നീ ഭാഗങ്ങളാണുള്ളത്. അണ്ഡാശയത്തിനുള്ളിലെ ഓവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഓവ്യൂളിനുള്ളിൽ കേട്ടോ, അണ്ഡം എവിടെയാണ് കാണപ്പെടുന്നത്? ഓവ്യൂളിനുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? അണ്ഡം കാണപ്പെടുന്നത്. ഓക്കെ, അണ്ഡം കാണപ്പെടുന്നത് ഓവ്യൂളിനുള്ളിലാണ് അണ്ഡം കാണപ്പെടുന്നതാണ് പെൺബീജകോശം എന്നറിയപ്പെടുന്നതാണ് അണ്ഡമാണ്. പെൺബീജകോശം എന്ന് പറയുന്നത് എന്താണ്? അണ്ഡമാണ്. അപ്പോൾ ആൺബീജകോശം എന്തായിരുന്നു? പരാഗരേണുക്കളായിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം പുംബീജമായിരുന്നു എന്ന് പറയുന്നത് പരാഗരേണുക്കൾ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, പുംബീജം എന്ന് പറയുന്നതാണ് ആൺബീജകോശം എന്ന് പറയുന്നത്. പെൺബീജകോശം എന്ന് വെച്ചതാണ് പെൺബീജകോശം എന്ന് പറയുന്നത് എന്തായിരുന്നു? അണ്ഡമാണ്. ഇനി ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് കേസരം? ഏതൊക്കെയാണ്? പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ലേ. ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് കേസരം? തന്തുകവും പരാഗിയിലെ. തന്തുകം, പരാഗി, തന്തുകം, അതുപോലെ തന്നെ പരാഗി, തന്തുകം, പരാഗി. ഓക്കെ, ഇനി പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? പരാഗരേണുക്കൾ കാണപ്പെടുന്നത് പരാഗിയിലാണ് അല്ലേ. പരാഗിയിലാണ് പരാഗരേണുക്കൾ കാണപ്പെടുന്നത്. ജനിയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ജനിയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ജനീദണ്ഡ് പറഞ്ഞു, ജനിയിലെ പരാഗണ സ്ഥലം പറഞ്ഞു, അണ്ഡാശയം പറഞ്ഞു, അണ്ഡാശയത്തിൽ എന്തുണ്ട്? ഓവ്യൂൾ ഉണ്ടെന്നും പറഞ്ഞു. ഇനി പെൺബീജം കാണപ്പെടുന്നത് എവിടെയായിരുന്നു? പെൺബീജം കാണപ്പെടുന്നത് അണ്ഡാശയത്തിനുള്ളിൽ എന്തുണ്ട്? ഓവ്യൂളുണ്ട്. ഈ ഓവ്യൂളിനുള്ളിലാണ് അണ്ഡം കാണപ്പെടുന്നത് അല്ലേ. അണ്ഡം എന്ന് പറയുന്നതാണ് പെൺബീജകോശം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെമ്പരത്തി പൂവിൻ്റെ ഛേദം തന്നിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് എഴുതാൻ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഈ മോളിൽ നോക്കി ഈ മോളിൽ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? നോക്കി ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ കാണപ്പെടുന്നതാണ് പരാഗണ സ്ഥലമാണ് അല്ലേ. പരാഗണ സ്ഥലമാണ്. ഓക്കെ, പരാഗണ സ്ഥലമാണ്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നമുക്ക് കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു സ്നിഗ്മ ആ സംഭവങ്ങളല്ലേ, ഒരു പൂമ്പൊടി പോലെ, അതിനെ എന്താ പറയുക? കേസരം എന്നാണ് പറയുന്നത്. കേസരം എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇതള് എന്ന് വെച്ചാൽ എന്താ പറയുക? ഇതളത്തിൻ്റെ എന്താ പറഞ്ഞത്? ദളം എന്ന് പറഞ്ഞു അല്ലേ. ദളം എന്നാണ് ഇതളിനെ പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതാളം ഇരിക്കുന്ന നോക്കി ഇതാളം നമുക്ക് ഈ പൂമ്പൊടിനൊക്കെ സംരക്ഷിക്കുന്നത് എന്താണ്? വിതളമാണ് അല്ലേ. വിതളമാണ്. ഇത് വിതളമാണ്. ഓക്കെ, വിതളമാണ്.
ഇനി എന്താണ് ഇതിനുള്ളിൽ കാണപ്പെടുന്നത് അല്ലേ? ഇതിനുള്ളിൽ കാണപ്പെടുന്ന ആ ഒരു കുഞ്ഞു സാധനം എന്താണ്? ഓവ്യൂളാണ്. ഓവ്യൂളില്ലേ? ഓവ്യൂളാണ്. ഓവ്യൂൾ. ഇനി എന്താണ് ഇത് ഇരിക്കുന്ന ഒരു ഭാഗം അല്ലേ? ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് അറിയപ്പെടുന്നത് പുഷ്പാസനം എന്നറിയപ്പെടുന്നു. പുഷ്പാസനം അല്ലേ ഇരുന്നത് അല്ലേ? പുഷ്പാസനത്തിലല്ലേ ഇരുന്നത്? ഇനി എന്നിട്ട് ഇതെന്നിട്ടാണ് ഈ ഒരു സംഭവം തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, തണ്ടിനെ പൂവുമായിട്ട് ബന്ധിപ്പിക്കുന്ന എന്താണ്? പൂഞ്ഞെട്ടാണ്. പൂഞ്ഞെട്ട്. ഓക്കെ, പൂഞ്ഞെട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഫസ്റ്റ് ഇതാണ് പരാഗണ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പറയുന്നത് പൂക്കളിൽ ആണും പെണ്ണും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഒരു പൂവിൽ തന്നെ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണപ്പെടുന്ന പൂക്കൾ ഏതൊക്കെയാണ്? ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പഴപ്പൂവ്, അരണമരപ്പൂവ് എന്നിവയൊക്കെ എന്താണ്? ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണപ്പെടാം. ഒരു പൂവിൽ തന്നെ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണപ്പെടുന്നതാണ് ഈ ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പഴപ്പൂവ്, അതുപോലെ തന്നെ അരണമരപ്പൂവ്. ഓക്കെ, നോക്കി ഇവിടെ നമുക്ക് ചെമ്പകപ്പൂവ് തന്നിട്ടുണ്ട്. അണ്ഡാശയങ്ങൾ എന്ന് പറയുന്നത് നോക്കി ഇവിടെ കുറേ കണ്ട, ഇതാണ് അണ്ഡാശയങ്ങൾ എന്ന് പറയുന്നത്. ഈ അണ്ഡാശയങ്ങൾ കുറേ ആയിട്ട് കാണപ്പെടാനായിട്ട് പറ്റും. അതായത് പറയുന്നത് അണ്ഡാശയങ്ങൾ എന്ന് പറയുന്നത് കുറേ ആയിട്ട് കാണപ്പെടുന്നില്ല, നോക്കി കട്ടി കൂടിയിട്ടുള്ള ഒരു ഇതുണ്ട് അല്ലേ? അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ചെമ്പകപ്പൂവിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ താമരപ്പൂ നോക്കുകയാണെങ്കിൽ നടുക്ക് കണ്ട ഒരു ഭയങ്കര കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ അതായത് കുഞ്ഞ് അണ്ഡാശയം ഉണ്ടെന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ഇനി ആണും പെണ്ണും. ഈ പൂക്കളിൽ ആണും പെണ്ണുണ്ടോ? നമുക്ക് നോക്കി നോക്കിയാലോ? ഇവിടെ നമുക്ക് ആവശ്യമായ സാമഗ്രികൾ നോക്കാം. വെണ്ട, മത്തൻ എന്നിവയുടെ പൂക്കൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റുക? വെണ്ടയുടെ പൂക്കളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാണാനായിട്ട് പറ്റാം? ഇതൊക്കെ വെണ്ടയുടെ പൂവ് എന്ന് പറയുന്നതാണ്. വെണ്ടയുടെ പൂവ് കണ്ടിട്ടുണ്ടായിരിക്കലോ? വെണ്ടയുടെ പൂവ്. ഇനി മത്തൻ പൂക്കൾ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. മത്തൻ പൂക്കളും കണ്ടല്ലോ. ഇവിടെ നോക്കി ഇതിൽ മത്തൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇതിൽ മത്തൻ ഇല്ല. ഓക്കെ, വെണ്ടയിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? വെണ്ടയിലാണെന്നുണ്ടെങ്കിൽ പൂവും കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ എന്തും കാണപ്പെടുന്നുണ്ട്? വെണ്ടയും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ വെണ്ടയിൽ എന്താണ് നമുക്ക് മനസ്സിലായത്? അവിടെ കേസരപ്പുഴവും ജനീപ്പുഴവും ഉണ്ടായത്. പൂവ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ കായ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് എന്താണ്? അവിടെ കേസരപ്പുഴും ജനീപ്പുഴും ഒരേ പൂവിൽ തന്നെയാണ് കാണപ്പെടുന്നത്. വെണ്ടയിൽ എന്താണ്? കേസരപ്പുഴും ജനീപ്പുഴും ഒരേ പൂവിൽ തന്നെയാണ് കാണപ്പെടുന്നത്. എന്നാൽ മത്തനെ നോക്കുകയാണെങ്കിൽ നോക്കി രണ്ട് പൂക്കളായിട്ടാണല്ലേ? രണ്ട് പൂക്കളാണ്. ഇതിലെന്താ അവിടെ കാണപ്പെടുന്നുണ്ടോ? ഇവിടെ മത്തൻ കാണപ്പെടുന്നുണ്ടോ? ഇല്ല, അവിടെ പൂവ് മാത്രം കാണപ്പെടുന്നുള്ളൂ. നെക്സ്റ്റിൽ നോക്കിയപ്പോൾ കായും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കും? രണ്ടും ഡിഫറെൻ്റ് പൂക്കളിലാണ് കാണപ്പെട്ടത് അല്ലേ? കേസരപ്പുഴ ആണെന്നുണ്ടെങ്കിലും ജനീപ്പുഴ ആണെന്നുണ്ടെങ്കിലും എന്താണ്? വ്യത്യസ്ത പൂക്കളിലാണ് കണ്ടത്. വ്യത്യസ്ത പൂക്കളിലാണ് കാണപ്പെടുന്നത്. അതായത് ആണും പെണ്ണും ഉണ്ടെന്ന് മനസ്സിലായി. ഏതിലൊക്കെയാണ്? മത്തലിൽ ആണും പെണ്ണും ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ കേസരപ്പുഴവും ജനീപ്പുഴവും ഒരേ പൂവിൽ കാണപ്പെടുന്ന സസ്യങ്ങളുണ്ട്. കേസരപ്പുഴവും ജനീപ്പുഴവും പ്രത്യേക പൂക്കളിൽ കാണപ്പെടുന്ന സസ്യങ്ങളും ഉണ്ട്. ഇനി കേസരപ്പുഴ മാത്രം കാണപ്പെടുന്ന പൂക്കളെ ആൺപൂക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. കേസരപ്പുഴ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെന്ന് പറയുന്നു? ആൺപൂക്കൾ എന്ന് പറയുന്നു. ഈ ആൺപൂവിനെയും പെൺപൂവിനെയും ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് വിളിക്കാനായിട്ട് പറ്റുമോ? അതായത് നമുക്ക് നോക്കാം. വെണ്ടയുടെ പൂവിൽ കേസരപ്പുഴവും ജനീപ്പുഴവും ഒരേ പൂവിലാണ് കാണപ്പെടുന്നത് അല്ലേ? വെണ്ടയുടെ പൂവിൽ നോക്കിയപ്പോൾ കേസരപ്പുഴവും ജനീപ്പുഴവും ഒരേ പൂവിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കത് ഏകലിംഗ പുഷ്പമാണോ ദ്വിലിംഗ പുഷ്പമാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? എന്താണ് ഏകലിംഗ പുഷ്പം എന്ന് വെച്ചാൽ നോക്കാം. കേസരപ്പുഴം, ജനീപ്പുഴം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളെയാണ് ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിൽ കേസരപ്പുഴം ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ജനീപ്പുഴം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ള പൂക്കളിയാണ് ഏകലിംഗ പുഷ്പങ്ങൾ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഒരെണ്ണം ഉണ്ടായിരിക്കുള്ളൂ അല്ലേ? ഒരേ പൂവിൽ തന്നെ കേസരപ്പുഴവും ജനീപ്പുഴവും കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ദ്വിലിംഗ പുഷ്പങ്ങൾ എന്ന് പറയും. ദ്വിലിംഗ പുഷ്പങ്ങൾ അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ പൂവിൽ തന്നെ കേസരപ്പുഴവും ജനീപ്പുഴവും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെണ്ടയിൽ നോക്കിയപ്പോൾ കേസരപ്പുഴവും ജനീപ്പുഴവും കണ്ടു. അപ്പോൾ വെണ്ട എന്നതിൻ്റെ എന്താണ്? ദ്വിലിംഗ പുഷ്പമാണ് അല്ലേ? എന്നാൽ മത്തലാണെന്നുണ്ടെങ്കിൽ രണ്ടും ഡിഫറെൻറ്റ് ചെടിയിലാണ് കേസരപ്പുഴവും ജനീപ്പുഴവും. അതായത് ഒരു പൂവിൽ
ഒരെണ്ണം മാത്രം കണ്ടുള്ളൂ. ഒന്നുണ്ടെങ്കിൽ കേസരിപുടമായിരിക്കാം, അല്ലെങ്കിൽ ജനീപുടമായിരിക്കാം. അപ്പോൾ നമുക്ക് അതെന്ന് പറയാം ഏകലിംഗ പുഷ്പമാണെന്ന് പറയാം. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ അറിയോ? ഏകലിംഗ പുഷ്പങ്ങൾ ഏതൊക്കെയാണ് അറിയാവുന്നത്? പാവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയൊക്കെ, പാവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പാവലിന് എന്തുണ്ട്? ആണും പെണ്ണും ഉണ്ടായിരിക്കും. അതായത് ആ പാവലിനാണെന്നുണ്ടെങ്കിൽ കേസരപുടം ഉള്ളതുണ്ടായിരിക്കും, ജനീപുടം ഉണ്ടായിരിക്കും അല്ലേ? അതായത് ഒരെണ്ണം മാത്രം ഉണ്ടായിരിക്കില്ല. അപ്പോൾ പാവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? കുമ്പളം, പിന്നെ വെള്ളരി എന്നിവയൊക്കെ എന്താണ്? ഏകലിംഗ പുഷ്പങ്ങളാണ്. പാവൽ, പിന്നെ എന്താണ്? മത്തൻ, കുമ്പളം, വെള്ളരി. ഇനി ദ്വിലിംഗ പുഷ്പങ്ങൾ ഏതൊക്കെയാണ്? ചെമ്പരത്തി, അതുപോലെ തന്നെ അരളിപ്പൂവില്ലേ, അരളി ദ്വിലിംഗ പുഷ്പമാണ്. അതുപോലെ തന്നെ ശംഖുപുഷ്പം, തക്കാളിയൊക്കെ എന്താണ്? ദ്വിലിംഗ പുഷ്പമാണ്. ശംഖുപുഷ്പം എന്നിവയൊക്കെ എന്താണ്? ദ്വിലിംഗ പുഷ്പമാണ്. ഇനി ചെടികളിലും ആണും പെണ്ണും, ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും ഉണ്ടാവോ? നോക്കി നോക്കാം നമുക്ക്. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുണ്ട്. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ ആൺ സസ്യങ്ങളെന്നും പെൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളെ പെൺ സസ്യങ്ങളെന്നുമാണ് പറയുന്നത്. അപ്പോൾ ആൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങൾ എന്ന് പറയുന്നു ആൺ സസ്യങ്ങൾ എന്ന് പറയുന്നു. പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങൾ എന്തെന്ന് പറയുന്നു? പെൺ സസ്യങ്ങളെന്നും പറയുന്നു. ഇനി എന്താണ് ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും? ഡയേഷ്യസ് പ്ലാന്റ്സ് ആൻഡ് മോണീഷ്യസ് പ്ലാന്റ്സ് എന്താണ്? ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. ആൺപൂവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളിലാണ്, വേറെ സസ്യങ്ങളിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണം എന്താണ്? ഈന്തപ്പന, കുടംപുളി, അതുപോലെ തന്നെ ജാതി, പപ്പായ എന്നിവയൊക്കെ എന്താണ്? ആൺപൂക്കളും പെൺപൂക്കളിലും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണപ്പെടുക. അതായത് നമുക്ക് പപ്പായൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ആൺപപ്പായാണ് അല്ലെങ്കിൽ ഇത് പെൺപപ്പായാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? അത് എന്താണ്? ഒരു ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഏകലിംഗ സസ്യങ്ങൾ എന്ന് വെച്ചാൽ ആൺപൂവും പെൺപൂവും വേറെ സസ്യങ്ങളിലാണ്. അതായത് ആൺപൂവുള്ള സസ്യങ്ങളുണ്ടായിരിക്കും, പെൺപൂവുള്ള സസ്യങ്ങളുണ്ടായിരിക്കും. ആൺപൂവുള്ള സസ്യങ്ങൾ മാത്രമായിട്ടുണ്ടായിരിക്കും, പെൺപൂവുള്ള സസ്യങ്ങൾ മാത്രമായിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരേ സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയും. അതിനാണ് വെള്ളരി, മത്തൻ, അതുപോലെ തന്നെ കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയവയ്ക്ക് എന്താണ്? ദ്വിലിംഗ സസ്യങ്ങളാണ്. ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് വെച്ചാൽ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങൾ. ഒരു സസ്യത്തിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സസ്യത്തിൽ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പൂവല്ല, പൂവിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് രണ്ടും തെറ്റിക്കരുത്. നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പുഷ്പങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കേസരപ്പുടം, ജനീപുടം ഇവയിലേതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളിയാണ് ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? കേസരപുടം, ജനീപുടം അല്ലേ? അതായത് പൂക്കളുടെ കേസിൽ പറഞ്ഞതാണ് ഏകലിംഗ പുഷ്പം എന്ന് വെച്ചെന്നാണ് പറഞ്ഞത്. കേസരപുടവും ജനീപുടവും ഒന്നിൽ മാത്രം കാണപ്പെടാം, ഏതെങ്കിലും ഒന്നിൽ മാത്രം കാണപ്പെടാം. സസ്യമാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെയാണ് ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുകയാണെങ്കിൽ എന്ന് പറയും? ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയും. ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് വെച്ചെന്താണ്? ഒരു സസ്യത്തിൽ തന്നെ എന്തുണ്ടായിരിക്കും? ആൺപൂക്കളും ഉണ്ടായിരിക്കും, പെൺപൂക്കളും ഉണ്ടായിരിക്കും. അപ്പോൾ ഏകലിംഗ സസ്യങ്ങൾക്കും ദ്വിലിംഗ സസ്യങ്ങൾക്കും ഉദാഹരണം ഒന്ന് ഏതൊക്കെയാണ് വരാ? ഏകലിംഗ സസ്യങ്ങൾക്ക് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയിരിക്കുന്നതാണ് ദ്വിലിംഗ സസ്യങ്ങളാണ്. ഇനി പ്രത്യുൽപാദന അവയവങ്ങളെക്കുറിച്ചും അവയിലെ ധർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു അല്ലേ? ആൺപൂവും പെൺപൂവും ഒക്കെ നമ്മൾ പറഞ്ഞു, കേസരപുടം, ജനീപുടം ഒക്കെ പറഞ്ഞു. പൂവിൽ നിന്ന് വിത്തുണ്ടാകണമെങ്കിൽ പുംബീജവും അണ്ടവും യോജിക്കണമല്ലോ. അങ്ങനെ ആ യോജിക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പരാഗണം എന്ന് പറയുന്നത് അല്ലേ? പുംബീജം പരാഗരേണുക്കളിലാണ്, അണ്ടം അണ്ടാശയത്തിലാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. പുംബീജം അണ്ടവും തമ്മിൽ യോജിക്കണമെങ്കിൽ പരാഗരേണുക്കൾ ജനീപുടത്തിലെ പരാഗണ സ്ഥലത്ത് പതിക്കണം അല്ലേ? അങ്ങനെ പരാഗണ സ്ഥലത്ത് പതിച്ച
പതിച്ചാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, പരാഗണം നടക്കുള്ളൂ അല്ലേ. ഈ പരാഗണ സ്ഥലത്തിൽ എന്ത് വന്ന് പതിക്കണം, ഈ പരാഗിയിൽ നിന്നും പരാഗരേണു വന്ന് പതിക്കണം അല്ലേ. പരാഗണ സ്ഥലത്തിൽ വന്ന് പതിക്കണം, എന്നാൽ മാത്രമാണ് അവിടെ പരാഗണം നടക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് വെച്ചാൽ, പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരാഗണം എന്ന് പറയുന്നത്. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരാഗണം എന്ന് പറയുന്നത്. ഇനി പൂക്കളുടെ കൂട്ടുകാർ, നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവിടെ നമുക്ക് നോക്കിയൊക്കെ പ്രാണികളെയും പക്ഷികളൊക്കെ പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാം. ഇവർ തേൻ കുടിക്കാനായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, തേനും പൂമ്പൊടിയും ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കും അല്ലേ. തേനും പൂമ്പൊടിയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രാണികളും പക്ഷികളൊക്കെ കൂടുതലായിട്ട് ഈ ചെടികളുടെ അടുത്തേക്ക് വരുന്നത്. ഇവ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത് കൊണ്ട് പൂക്കൾക്ക് എന്താണ് പ്രയോജനം, പൂക്കളിൽ പരാഗണം നടത്താൻ ഇവ സഹായിക്കുന്നുണ്ടോ. പൂക്കളിൽ വന്ന് തേൻ കുടിക്കുന്നുണ്ട്, അപ്പോൾ തേൻ കുടിക്കുന്നത് കൊണ്ട് പൂക്കളിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഉണ്ട്. എന്താണ്, പ്രാണികളും പക്ഷികളും പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുമ്പോൾ അവ ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരാഗരേണുക്കൾ കൊണ്ടുപോവുകയും പരാഗണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഈ ഒരു കിളി അല്ലെങ്കിൽ ഒരു വന്നിട്ട് എന്താണ് തേൻ കുടിക്കുകയാണ്. തേൻ കുടിക്കുമ്പോൾ ആളുടെ ചുണ്ടിൽ എന്തായാലും പരാഗരേണു ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആൾ വേറെ പൂവിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ പരാഗരേണു വീണ് അവിടെ പരാഗണം നടക്കൂലേ, അതാണ് പറയുന്നത് കേട്ടോ. പ്രാണികളും പക്ഷികളും മാത്രമാണോ പരാഗണത്തിൽ സഹായിക്കുന്നത്, ആണോ? ജീവികളെ കൂടാതെ പരാഗണത്തിൽ സഹായിക്കുന്ന ഏതെല്ലാം പരാഗണകാരികളാണ് ഉള്ളത് നോക്കാം. പ്രാണികളുണ്ട്, പക്ഷികളുണ്ട്, അതുപോലെ തന്നെ ജലം, കാറ്റ് എന്നിവയൊക്കെ എന്താണ് പരാഗണകാരികളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പിക്ചർ നൽകിയിട്ടുണ്ട്. ഞങ്ങളിൽ പരാഗണം നടക്കാൻ ജലം ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കുരുമുളകിന് എന്താ ആവശ്യമാണ്, ജലമാണ് ആവശ്യം. റിപ്പീറ്റഡ് PSC ക്വസ്റ്റ്യൻ ആണ്. കുരുമുളകിന് ജലമാണ് ആവശ്യം പരാഗണം നടക്കുന്നതിനായിട്ട്. നെല്ലിനാണെന്നുണ്ടെങ്കിലോ കാറ്റ് വഴിയാണ് അല്ലേ, കാറ്റ് വഴിയാണ്. ഞങ്ങളിൽ കാറ്റ് വഴിയാണ് പരാഗണം നടക്കുന്നത്. ഭാരം കുറഞ്ഞ ധാരാളം പരാഗരേണുക്കൾ ഉള്ളത് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. നെല്ലിനൊക്കെ പരാഗരേണു എന്ന് പറയുന്നത് ഭയങ്കര ഭാരം കുറവാണ്. അപ്പോൾ കാറ്റ് വഴി തന്നെ അവിടെ പരാഗണം നടക്കുന്നുണ്ട്. കുരുമുളകിലാണെങ്കിലോ ജലം വഴിയാണ് നടക്കുന്നത്. ഈ രീതിയിൽ പരാഗണം നടത്തുന്ന സസ്യങ്ങളിൽ പരാഗണകാരികളെ ആകർഷിക്കുന്നതിന് നിറം, തേൻ, മണം തുടങ്ങിയ ഘടകങ്ങൾ ആവശ്യമുണ്ടോ, ഉണ്ടല്ലോ, വേണമല്ലേ, ആവശ്യമുണ്ട്. ഓക്കെ, നിറമുള്ള പൂക്കൾ പക്ഷികളെയും മറ്റു പ്രാണികളെയും ആകർഷിക്കുന്നു അല്ലേ. നിറമുള്ള പൂക്കളാണെന്നുണ്ടെങ്കിൽ പ്രാണികളെയും അതുപോലെ തന്നെ പക്ഷികളെയും ആകർഷിക്കും. ചില പൂക്കൾക്ക് പ്രാണികളെ ആകർഷിക്കാൻ സുഗന്ധം വരെയുണ്ട് അല്ലേ. ഈ ചില പൂക്കളിലെ ദുർഗന്ധം ആരെയാണ് ആകർഷിക്കുന്നുണ്ടായിരിക്കുക, ഈച്ചകളായിരിക്കും ആകർഷിക്കും. നല്ല സുഗന്ധമാണെന്നുണ്ടെങ്കിൽ പ്രാണിനും എന്താ പറയുക പക്ഷികളൊക്കെ ആകർഷിക്കുമെങ്കിലും അല്ലേ, ഈച്ചകളെ ആകർഷിക്കുന്നതാണ് ഈ ദുർഗന്ധം എന്ന് പറയുന്നത്. പരാഗണകാരികളെ ആകർഷിക്കാൻ ചെറിയ പൂക്കൾ പൂങ്കുലകളായിട്ടും വളരുന്നുണ്ട്. നമ്മൾ കണ്ടു അല്ലേ, കുറച്ച് ഫ്ലവേഴ്സ് പൂങ്കുലകളായിട്ട് വളരുന്നുണ്ട്. ചില പൂക്കൾക്ക് ചുറ്റുമുള്ള ഇലകൾ നിറം മാറുകയും അല്ലേ, ചില പൂക്കൾക്ക് ചുറ്റുമുള്ള നിറം മാറുകയും അതുപോലെ തന്നെ പരാഗണകാരികളെ ആകർഷിക്കാൻ പൂവിനെ പോലെ തന്നെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വാനിലയിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് വാനില എന്ന് പറയുന്നത്. ഈ സസ്യത്തിൻ്റെ ജന്മദേശം എവിടെയാണ്, തെക്കേ അമേരിക്കയാണ്. വേനലിൽ പരാഗണം നടത്തുന്ന ഒരിനം തേനീച്ചയാണ് വാനിലയിൽ. പഠിച്ചു വയ്ക്കുക, വാനിലയിൽ നിന്നാണ് തേനീച്ചയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ തന്നെ പൂക്കളിൽ കൃത്രിമമായിട്ട് പരാഗണം നടത്തിയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ തേനീച്ചയൊന്നുമില്ല, അത് കാരണം കർഷകർ തന്നെ സ്വയം പരാഗണം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ പരാഗണകാരികളാണ് നമ്മൾ കണ്ടത്, പ്രാണികൾ കണ്ടു, പക്ഷി കണ്ടു, അതുപോലെ തന്നെ കാറ്റ് കണ്ടു അല്ലേ, കാറ്റ് കണ്ടു, പിന്നെ എന്താണ് ജലം, വെള്ളം കണ്ടു. ഇനി സ്വപരാഗണവും പരപരാഗണവും. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഏതെല്ലാം രീതിയിലാണ് പരാഗണം നടക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയൊക്കെ ഒരു പൂവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൂവിൽ തന്നെ പരാഗണം നടക്കാം, അല്ലെങ്കിൽ ആ ഒരു ചെടിയിൽ വേറൊരു പൂവിൽ തന്നെ പരാഗണം നടക്കാം അല്ലേ. അല്ലെങ്കിൽ എന്താണ് വേറെ രണ്ട് ചെടികൾ തമ്മിലും ചെടികളിലെ പൂക്കളും തമ്മിലും പരാഗരേണുക്കൾ നടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ചിത്രത്തിൽ എന്താണ്, ചിത്രം 1 നോക്കുകയാണെങ്കിൽ പരാഗരേണുക്കൾ പൂവിൽ തന്നെ പതിക്കാൻ അല്ലേ, ആ പൂവിൽ തന്നെ പതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, രണ്ടാമത്തെ പിക്ചറിൽ പരാഗരേണുക്കൾ അതേ ചെടിയുടെ മറ്റൊരു പൂവിലാണ് പതിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ചിത്രത്തിലാണെങ്കിലോ വേറെ ചെടിയുടെ പരാഗരേണുക്കൾ അല്ലേ, വേറെ ചെടിയുടെ അതേ വർഗത്തിൽപ്പെട്ട വേറൊരു ചെടിയുടെ പൂവിലാണ് പരാഗരേണുക്കൾ പതിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് സ്വപരാഗണവും പരപരാഗണവും എന്ന് വെച്ചാൽ, ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതിനെയാണ്
സ്വപരാഗണം എന്ന് പറയുന്നത്. സ്വ എന്ന് വെച്ചതാണ് സ്വയം എന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ സ്വപരാഗണം അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു പൂവിലെ പരാഗരേണുക്കൾ ഒന്നില്ലെങ്കിൽ ആ പൂവിൻ്റെ തന്നെ പരാഗണ സ്ഥലത്ത് തന്നെയായിരിക്കും പതിക്കുക, അല്ലെങ്കിൽ വേറൊരു പൂ ഉണ്ടാവില്ല, ആ ചെടിയിൽ തന്നെ വേറൊരു പൂ ഉണ്ടാവുമല്ലോ, അതിൽ തന്നെയായിരിക്കും പതിക്കുക. അതിനെയാണെന്ന് പറയുന്നത് സ്വപരാഗണം എന്ന് പറയുന്നത്. പരപരാഗണം അതായത് ക്രോസ് പോളിനേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, അപ്പം ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് പരപരാഗണം എന്ന് പറയുന്നത്. അതായത് എന്താ പറഞ്ഞാൽ, ഒരു റോസ് ചെടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോസ് നമ്മൾ ആ ഒരു ചെടിയിൽ നിന്നും ആ ഒരു ചെടിയിലെ പരാഗരേണുക്കൾ അതേപോലെ തന്നെയുള്ള വേറൊരു ചെടി എടുക്കുകയാണ്, അതിൽ പോയിട്ട് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ന് പറയാം പരപരാഗണം എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇവിടെ നമുക്ക് കുറച്ച് പ്രസ്താവന നൽകിയിട്ടുണ്ട്. ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏകലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രം നടക്കുന്നു. ഏകലിംഗ സസ്യം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ലിംഗം, അതായത് ഒന്നില്ലെങ്കിൽ ജനിപുടമായിരിക്കും അല്ലെങ്കിൽ കേസരപുടമായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഏകലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രമാണ് നടക്കുന്നത്, പരപരാഗണമാണ് നടക്കുന്നത് അല്ലേ. കാരണം അവർക്ക് ഒരു കേസരപുടം അല്ലെങ്കിൽ ജനിപുടം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം മാത്രം ഉണ്ടായിട്ട് അവിടെ പരാഗണം നടക്കില്ല, രണ്ടെണ്ണം വേണം. അപ്പോൾ അവിടെ പരപരാഗണം നടക്കുന്നതായിരിക്കും, അതായത് വേറെ ചെടികളിൽ പോയിട്ടായിരിക്കും പരപരാഗണം നടക്കുന്നുണ്ടായിരിക്കാം. ദ്വിലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രമാണ് നടക്കുന്നത്. ദ്വിലിംഗ സസ്യം എന്താണ്, ദ്വിലിംഗ സസ്യം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് ഒരെണ്ണത്തിൽ തന്നെ എന്താണ് കേസരപുടം ഉണ്ടായിരിക്കും, ജനിപുടം ഉണ്ടായിരിക്കും. ഒരെണ്ണത്തിൽ തന്നെ കേസരപുടം ജനിപുടം ഉണ്ട്. അവിടെ രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പരപരാഗണത്തിന് ആവശ്യമുണ്ടോ? ഇല്ല, സ്വപരാഗണം ചെയ്താൽ മതി. ഒരു ചെടിയിൽ തന്നെ രണ്ട്, അതായത് കേസരപുടം ജനിപുടം ഒരു ചെടിയിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ചെടിയിൽ പിന്നെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് വേറെ ചെടിയിലൂടെ പരാഗണം നടത്തേണ്ട ആവശ്യമുണ്ടോ? ആ ചെടിയിൽ തന്നെ നടത്തിയാൽ പോരെ. അപ്പോൾ പരപരാഗണം അല്ല, അവിടെ സ്വപരാഗണം ആണല്ലേ നടക്കുന്നത്. ഇനി ദ്വിലിംഗ പുഷ്പങ്ങളിൽ സ്വപരാഗണവും പരപരാഗണവും നടക്കുന്നുണ്ട്. ശരിയാണല്ലേ, ദ്വിലിംഗ പുഷ്പങ്ങളിൽ എന്ത് നടക്കുന്നുണ്ട്, സ്വപരാഗണവും നടക്കാം, അതുപോലെ തന്നെ പരപരാഗണവും നടക്കാം അല്ലേ. അവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പരപരാഗണം മാത്രമാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരപരാഗണം മാത്രം നടക്കുന്നത്, ആൾക്ക് തന്നെ സ്വന്തമായിട്ട് എന്തുണ്ട്, കേസരപുടം ജനിപുടം ഉണ്ട്. അപ്പോൾ ആൾക്ക് തന്നെ പരാഗണം ചെയ്താൽ പോരെ അല്ലേ. അപ്പോൾ വേറൊരു സസ്യങ്ങളിൽ പോയിട്ട് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ഇതിൽ നമുക്ക് മാത്രമാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ലോ, അവിടെ നമുക്ക് രണ്ടും കേസരപുടം ജനിപുടം, അതായത് ആൺലിംഗാവയവും പെൺലിംഗാവയവും ഒരു ചെടിയിൽ തന്നെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി. സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ ഉണ്ടാകുന്നതിന് പ്രകൃതി തന്നെ സ്വപരാഗണത്തെ തടഞ്ഞ് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇനങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് സ്വപരാഗണത്തെ തടഞ്ഞിട്ട് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് ഇതുണ്ട്. അതായത് ചില സമയങ്ങളിലെ പൂക്കളിൽ ആൺപെൺ ലിംഗാവയവങ്ങൾ വ്യത്യസ്ത സമയത്താണ് പാകമാകുന്നത്. വ്യത്യസ്ത സമയത്ത് ആൺലിംഗ, അതായത് ഇപ്പം ജനിപുടം പാകമായിട്ടുണ്ടാവും, ചിലപ്പോൾ കേസരപുടം പാകമായിട്ടുണ്ടാവില്ല. അപ്പോൾ വ്യത്യസ്ത സമയങ്ങളിലല്ലേ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത സമയങ്ങളാണെങ്കിൽ പരാഗണം നടക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യകാന്തിയിൽ കേസരം പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷമാണ് ജനിപുടത്തിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, അവിടെ രണ്ട് സമയത്താണല്ലോ. ഇനി അവക്കടയിൽ നോക്കുകയാണെങ്കിൽ ജനിപുടത്തിൻ്റെയും കേസരത്തിൻ്റെയും വളർച്ച പൂർത്തിയാകുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. അപ്പോൾ അവക്കടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടും വ്യത്യസ്ത സമയമാണ്. ഇനി മേന്തോന്നി നോക്കുകയാണെങ്കിലോ സ്വപരാഗണം തടയുന്നതിനായിട്ട് കേസരവും ജനിപുടവും രണ്ട് ദിശയിലായിട്ടാണ് കാണപ്പെടുന്നത്. മേന്തോന്നിയിലാണെന്നുണ്ടെങ്കിൽ സ്വപരാഗണം നടക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്താണ്, രണ്ട് ദിശയിലായിട്ടാണ് കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നത്. അപ്പം അങ്ങനെ തന്നെ ചില പ്രകൃതിയിൽ ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടാകുന്നതിനായിട്ട് അവർ തന്നെ കുറച്ച് ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി പരാഗണത്തിന് ശേഷം നമ്മൾ പരാഗണം പഠിച്ചു കഴിഞ്ഞു. പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കാം, എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് ബീജസങ്കലനം എന്താണെന്ന് പഠിച്ചാലോ. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, പരാഗണത്തിന് ശേഷം, അതായത് പരാഗണം നടന്നു, പരാഗണത്തിന് ശേഷം എങ്ങനെയാണ് അവിടെ വിത്ത് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു എന്നാണ് അപ്പോൾ പറയുന്നത്. പരാഗണത്തിന് ശേഷം എന്ത് സംഭവിക്കും, ഈ പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായിട്ട് വളരും. അതായത് ഇതാണ് പരാഗരേണു എന്ന് പറയുന്നത് കേട്ടോ. ഈ പരാഗണത്തിന് ശേഷം എന്ത് സംഭവിക്കും, ജനിതണ്ടിലൂടെ, ഇതാണ് ജനിതണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. ജനിതണ്ട് എന്ന് പറയുന്നത് ഇതാണ് ജനിതണ്ട് അല്ലേ, ഇതാണ് ജനിതണ്ട്. ഓക്കെ, ഇതാണ് ജനിതണ്ട് എന്ന് പറയുന്നത്. ഈ ജനിതണ്ടിലൂടെ ഒരു നാളിയായിട്ട് വളരുന്നത് കണ്ടോ, ഇങ്ങനെ നീളം കൂടിയിട്ട് വരുന്നത് കണ്ടോ,
അതാണ് പറയുന്നത് നാളിയായിട്ട് വളരും, ഒരു ട്യൂബായിട്ട് വളരും. ഓക്കെ, ഈ നാളിയിലൂടെ പുംബീജം അണ്ടാശയത്തിലെത്തിയ ഈ നാളിയിലൂടെ എന്ത് വരാണ്, പരാഗരേണുവിൽ എന്തുണ്ടാകും, പുംബീജമുണ്ട് അല്ലേ. അപ്പോൾ ഈ പുംബീജം എങ്ങോട്ടേക്ക് വരാണ് ചെയ്യുന്നത്, എവിടേക്ക് വരാണ് ചെയ്യുന്നത്, അണ്ടാശയത്തിലേക്ക് വരാണ്. എന്താണ് അണ്ടാശയം എന്ന് പറയുന്നത്, ഇതാണ് ഇല്ലേ, ഈ കറക്റ്റ് പച്ച കളറിൽ വന്നിട്ടില്ലേ. ഓക്കെ, അപ്പം ഇവിടേക്ക് എന്താണ്, അണ്ടാശയത്തിലേക്ക് എന്ത് വരാണ്, ഈ പരാഗരേണിയിൽ നിന്നും പുംബീജം വരാണ് ചെയ്യുന്നത് അല്ലേ. നാളിയിലൂടെ ട്യൂബിലൂടെയാണ് വരുന്നത്, അങ്ങനെ അണ്ടാശയത്തിലേക്ക് എത്തും. അണ്ടാശയത്തിൽ എന്തുണ്ട്, അണ്ടമുണ്ടല്ലോ. അണ്ടാശയത്തിൽ എന്തുണ്ട്, അണ്ടമുണ്ട് നമ്മൾ പറഞ്ഞു. ഓവ്യൂളുണ്ട്, ഓവ്യൂളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, അണ്ടമുണ്ടെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് ഈ അണ്ടവുമായിട്ട് ഈ പുംബീജം ചേരാണ് ചെയ്യുന്നത്. അങ്ങനെ പുംബീജം അണ്ടവുമായി ചേർന്നിട്ട് എന്തുണ്ടാകും, സിക്താണ്ഡം ഉണ്ടാകും. അതായത് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയാം കേട്ടോ. സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടാകും. ആ പ്രക്രിയയാണെന്ന് പറയുന്നത് ബീജസങ്കലനം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം വെച്ച് എന്താണ്, നമ്മൾ പരാഗണം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, കാറ്റ് വഴിയും തേനീച്ച വഴിയൊക്കെ എന്താണ് പരാഗണം നടക്കുന്നു എന്ന് പറഞ്ഞു. ഈ പരാഗണം നടന്നതിന് ശേഷം ഈ പരാഗരേണുവിലാണ് നമ്മളുള്ളത് പുംബീജമുള്ളത് അല്ലേ. അപ്പോൾ ഈ പുംബീജം അതായത് പരാഗരേണു ഈ പരാഗണ സ്ഥലത്തിലേക്ക് വരാണ് അല്ലേ, അതായത് ജനീപുഴത്തിൻ്റെ പരാഗണ സ്ഥലത്തിലേക്ക് വരാണ്. അങ്ങനെ പരാഗരേണു വന്നതിന് ശേഷം അവിടെ ഒരു നാളിയായിട്ട് വളരും അല്ലേ, നാളിയായിട്ട് അല്ലെങ്കിൽ ട്യൂബായിട്ട് വളരും. ഇതിലൂടെ ഈ പരാഗി എന്ന് പറയുന്നത് ഇങ്ങനെ പോവുകയാണ്, അങ്ങനെ പോയിട്ട് അണ്ടാശയത്തിലേക്ക് എത്താണ്. അണ്ടാശയത്തിനുള്ളിൽ ഓവ്യൂളുണ്ട്, ഓവ്യൂളിനുള്ളിൽ എന്തുണ്ട്, അണ്ടമുണ്ട്. ഈ അണ്ടവുമായിട്ട് എന്താണ് കൂടിച്ചേരാണ്. അപ്പോൾ സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം ഉണ്ടാക്കുന്നത്. അതിനെയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പുംബീജം എന്ന് വെച്ചതാണ് മെയിൽ ഗ്യാമറ്റ് ആണ്, അണ്ടം എന്ന് വെച്ചതാണ് എഗ് എന്നാണ് പറയാം കേട്ടോ. പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്ത് സംഭവിക്കുന്നു, പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്താണ് സംഭവിക്കുന്നത്, പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ടാശയത്തിലേക്ക് ഒരു നാളിയായിട്ട് വളരുന്നു അല്ലേ, ഒരു നാളിയായിട്ട് വളരുന്നു. പരാഗരേണുവിലെ പുംബീജം അണ്ടാശയത്തിലെത്തുന്നത് എങ്ങനെയാണ്, നാളിയിലൂടെയാണ് അല്ലേ. ജനിതണ്ടിലൂടെ പുംബീജം അണ്ടാശയത്തിലെത്തിയിട്ട് എന്താണ്, പുംബീജം അണ്ടാശയത്തിലെത്തുന്നത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ജനിതണ്ടിലൂടെ, അതായത് നമ്മളൊരു ദണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളിയിലൂടെയാണ് ആദ്യം വളരുന്നത്. ആ ട്യൂബിലൂടെ വളർന്നതിന് ശേഷം ജനിതണ്ടിലൂടെ ബീജം അണ്ടാശയത്തിലെത്തും, എന്നിട്ട് അണ്ടവുമായിട്ട് കൂടിച്ചേരും. അപ്പോൾ എന്താണ് ബീജസങ്കലനം എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് പറയുന്നത്, പുംബീജം അണ്ടവുമായി ചേർന്ന് സിക്താണ്ഡം ഉണ്ടാകുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ബീജസങ്കലനം നടന്ന അണ്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്, സിക്താണ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ബീജസങ്കലനത്തിന് ശേഷം അപ്പോൾ ബീജസങ്കലനം പഠിച്ചോ. ബീജസങ്കലനത്തിന് ശേഷം തക്കാളിയുടെ പൂവിനുണ്ടാകുന്ന മാറ്റം നോക്കി. ഈ പൂവ് എന്ന് പറയുന്നത് ബീജസങ്കലനം ഫെർട്ടിലൈസേഷൻ നടന്നു അല്ലേ അവിടെ. അപ്പോൾ ഈ പൂവ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ്, പൂവ് കൊഴിഞ്ഞിട്ട് എന്തായിട്ട് മാറി, അതിനുള്ളിൽ തക്കാളിയായിട്ട് മാറി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്, എന്തൊക്കെയാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്, മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. രണ്ട് പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദളങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ദളങ്ങൾക്ക് എന്ത് സംഭവിച്ചു, കൊഴിഞ്ഞു പോയി അല്ലേ. ദളങ്ങൾ കൊഴിഞ്ഞു പോയി നമ്മൾ പറഞ്ഞു അല്ലേ. ദളം എന്ന് വെച്ചാൽ ഇതളാണ് നമ്മൾ പറഞ്ഞത്, പൂവില്ലേ, പൂവിൻ്റെ ദള അത് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ലേ, ഇല്ലേ. ഈ ദളം എന്ന് പറയുന്നത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് വ്യത്യാസം സംഭവിച്ചിട്ടുള്ളത്, കേസരപുടം എന്ന് പറയുന്നതാണ് പരാഗണത്തിന് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, കേസരപുടത്തിന് പരാഗണത്തിന് ശേഷം അത് വാടിപ്പോയിട്ട് കൊഴിഞ്ഞു പോകില്ലേ. ഇതാണ് ഇതിൽ തന്നെയാണ് ഈ പൂവിൻ്റെ ഭാഗത്ത് തന്നെയല്ലേ എന്തുള്ളത്, കേസരപുടം ഉള്ളത്. അപ്പോൾ അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇനി പൂഞ്ഞിട്ടാണെങ്കിലോ, പൂഞ്ഞിട്ട് എന്ന് പറയുന്നത് കൂടുതൽ ദൃഢമാകും. ഈ പൂഞ്ഞിട്ട് എന്ന് പറയുന്നതാണ് കൂടുതൽ ദൃഢമാകും. അതിന് താങ്ങി നിർത്താൻ ഒരു ബലം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് കൂടുതൽ ദൃഢമാവുകയും ഫലത്തെ താങ്ങുകയും ചെയ്യുന്നതാണ് പൂഞ്ഞിട്ടം. ഇനി അണ്ടാശയം എന്തായിട്ട് മാറും, ഈ അണ്ടാശയം ഇതിനുള്ളിൽ എന്താണ്, അണ്ടാശയം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ പൂവിൻ്റെ ഉള്ളിലല്ല അണ്ടാശയം നമ്മൾ നേരത്തെ പഠിച്ചത്. ഈ അണ്ടാശയം എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ് ചെയ്തത്, പഴമായിട്ട് മാറി. ഇനി ഈ വിതളങ്ങൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, കൊഴിഞ്ഞു പോകും. ചില സമയത്ത് കൊഴിഞ്ഞു പോകും, ചില സമയത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നോക്കി, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് അല്ലേ. ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വളരും, അല്ലാന്നുണ്ടെങ്കിൽ അത് കൊഴിഞ്ഞു പോകും. ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായും ഓവ്യൂള് വിത്തായും അണ്ടാശയം ഫലമായും മാറുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അപ്പോൾ ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം എന്തായിട്ട് മാറി, ബീജസങ്കലനത്തിന് ശേഷം ഈ സിക്താണ്ഡം ഉണ്ടല്ലോ, ഈ സിക്താണ്ഡം എന്ന് പറയുന്നത് ഭ്രൂണമായിട്ട് മാറാണ്. സിക്താണ്ഡം എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ്, ഭ്രൂണമായിട്ട് മാറാണ്. റിപ്പീറ്റഡ് ആണ്, പഠിച്ചു വയ്ക്കുക. സിക്താണ്ഡം എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഭ്രൂണമായിട്ട് മാറി. ഭ്രൂണമായിട്ടാണ് മാറുന്നത്. സിക്താണ്ഡം ഭ്രൂണമായിട്ടാണ് മാറുന്നത്. എന്താണ്
സിക്താണ്ഡം ഭ്രൂണമായിട്ട് മാറി. ഓവ്യൂൾ എന്തായിട്ട് മാറി? ഓവ്യൂളാണ് വിത്തായിട്ട് മാറുന്നത്. ഓവ്യൂളാണ് വിത്തായിട്ട് മാറുന്നത്. അണ്ടാശയമാണ് ഫലമായിട്ട് മാറുന്നത്. അണ്ടാശയം അല്ലേ, അണ്ടാശയമാണ് എന്തായിട്ട് മാറുന്നത്? ഫലമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ സിക്താണ്ഡം ഭ്രൂണമായി മാറി, ഓവ്യൂൾ വിത്തായി മാറി, അണ്ടാശയം ഫലമായിട്ട് മാറുന്നു. ഇനി ഫലങ്ങൾ. ബീജസങ്കലനത്തിന് ശേഷം അണ്ടാശയം വളർന്ന് ഫലമുണ്ടാകുന്നു എന്ന് പറഞ്ഞു അല്ലേ. അണ്ടാശയത്തിൻ്റെ എണ്ണവും ഫലത്തിൻ്റെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ടോ? നോക്കാം നമുക്ക്. പാവലിൻ്റെ പൂവിന് ഒരു അണ്ടാശയം മാത്രമേ ഉള്ളൂ. പാവൽ എന്ന് വെച്ചാൽ കൈപ്പയ്ക്കാണ് അല്ലേ. ഇതിന് നോക്കിയ പൂവാണെങ്കിൽ, ഈ പൂവിന് നോക്കുകയാണെങ്കിൽ ഒരു അണ്ടാശയം മാത്രം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എത്ര ഫലങ്ങൾ ഉണ്ടാകും? ഒരെണ്ണല്ലേ ഉണ്ടാകുള്ളൂ പാവലിൽ അല്ലേ. ഒരു അണ്ടാശയം ഉള്ളൂന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പാവലിൻ്റെ പോലെ തന്നെ മാങ്ങ, വെണ്ട, പയറ്, പപ്പായ എന്നിവയ്ക്കൊക്കെ എന്താണുള്ളത്? ഒരു അണ്ടാശയമുള്ളത്. കാരണം ഒരെണ്ണം ഉണ്ടാകുന്നുള്ളൂ അല്ലേ. മാങ്ങ നോക്കുകയാണെങ്കിൽ ഒറ്റെണ്ണമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതുപോലെ വെണ്ടയാണെങ്കിലും പയറാണെങ്കിലും പപ്പായൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത് ലഘുഫലം എന്ന് പറയുന്നത്. അതായത് ഒരു അണ്ടാശയം മാത്രമുള്ളൂ. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതെങ്കിൽ അതിനെ ലഘുഫലം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയാം. ലഘുഫലങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ അറിയാം. ലഘുഫലത്തിന് പാവൽ, മാങ്ങ, വെണ്ട, പയർ, പപ്പായക്ക് എങ്ങനെ? പപ്പായ ഒരെണ്ണല്ലേ, ഒരു പൂവിൽ നിന്ന് ഒരെണ്ണം ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങളുണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുമല്ലോ. അതിന് എക്സാമ്പിളാണ് സീതപ്പഴമൊക്കെ. ഈ സീതപ്പഴത്തിൻ്റെ പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങളുണ്ട്. അത് കാരണം അതിൽ കുറേ ഉണ്ട് അല്ലേ. ഇവിടെ നോക്കി കുഞ്ഞു അതായത് ഒന്നിലധികം അണ്ടാശയങ്ങളുണ്ട്. സീതപ്പഴത്തിൻ്റെ പൂവ് എന്ന് പറയുന്നത് ഇതാണ് സീതപ്പഴത്തിൻ്റെ പൂവ്. അതിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാവും. ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? കുറേ ഫലങ്ങൾ ഉണ്ടാകും. ഒരു ഫലത്തിൽ കുറേ ഉണ്ടാവും അല്ലേ. ഒരു ഫലത്തിൽ തന്നെ കുറേ അതായത് ഒരു അണ്ടാശയത്തിൽ തന്നെ കുറേ ഫലങ്ങൾ ഉണ്ടാകും. ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാക്കുന്ന ഫലങ്ങളെയാണ് ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഒന്നിലധികം അണ്ടാശയങ്ങളിൽ ഉള്ള ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെയാണ് എന്ന് പറയുന്നത് പുഞ്ചഫലങ്ങൾ എന്ന് പറയുന്നത്. പുഞ്ചഫലങ്ങൾ എന്ന് വെച്ചാൽ ഒന്നിലധികം അണ്ടാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെയാണ് പുഞ്ചഫലങ്ങൾ എന്ന് പറയുന്നത്. സീതപ്പഴം എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണെന്ന് അറിയാം? ബ്ലാക്ക്ബെറി ആണെന്നുണ്ടെങ്കിലും സെയിം പോലെ തന്നെയാണല്ലേ. ബ്ലാക്ക്ബെറി അറിയാമോ? ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത് ബ്ലാക്ക്ബെറി അതുപോലെ തന്നെ അരണമരക്കായ് എന്ന് പറയുന്നത് ചെടിയിൽ പൂവിലൊക്കെ പഴത്തിലൊക്കെ പുഞ്ചഫലത്തിന് എക്സാമ്പിളാണ്. ഇനി വിത്തില്ലാ ഫലങ്ങൾ. ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ടാശയം ഫലമായിട്ട് മാറും. ചില സമയത്ത് ബീജസങ്കലനം വലിയ പ്രോസസ്സ് നടക്കുന്നില്ല, ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കാതെ തന്നെ ഫലമായിട്ട് മാറാറുണ്ട്. ഇത്തരം ഫലങ്ങളിൽ വിത്ത് ഉണ്ടാവുന്നില്ല. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് അവിടെ ബീജസങ്കലനമൊന്നും നടന്നിട്ടില്ല അല്ലേ. അപ്പോൾ അവിടെ വിത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ പഴമായിട്ട് മാറുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് കൈതച്ചക്കയും വാഴപ്പഴമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈതച്ചക്കയ്ക്ക് വാഴപ്പഴമൊക്കെ പാർത്തിനോകാർപ്പി എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. പാർത്തിനോകാർപ്പി എന്നാണ് ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്നത്. വിത്തില്ലാ ഫലങ്ങൾ പ്രകൃതിദത്തമായും ഉണ്ടാകാറുണ്ട്, കൃത്രിമമായും അവ ഉണ്ടാകാറുണ്ട്. വാഴപ്പഴം, കൈതച്ചക്ക എന്നിവ ഇത്തരം പ്രകൃതിദത്ത ഫലങ്ങളാണ്. അതിന് മുന്തിരി, തക്കാളി, തണ്ണിമത്തൻ എന്നിവയുടെ വിത്തില്ലാത്ത ഇനങ്ങൾ കൃത്രിമമായിട്ട് നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. വിത്തില്ലാതെ നമുക്ക് വികസിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ കൈതച്ചക്കയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ, അത് പറയുന്നില്ലേ? വരുന്നുണ്ട് അല്ലേ. സംയുക്ത ഫലം എന്ന് വെച്ചാൽ എന്താണ്? സംയുക്ത ഫലം എന്ന് വെച്ചാൽ കൈതച്ചക്കയൊക്കെ സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ്. അതായത് ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്നതാണ് അല്ലേ. ഒരു പൂങ്കുലയിൽ തന്നെ കുറേ ഫലങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ കൂടി ചേർന്നതിനെയാണ് എന്ന് പറയുന്നത് സംയുക്ത ഫലം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കൈതച്ചക്ക, അഞ്ഞിലിച്ചക്ക, ശീമച്ചക്കൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഒരു പൂങ്കുലയിൽ തന്നെ ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്നതിനെയാണെന്ന് പറയുന്നത് സംയുക്ത ഫലം എന്ന് പറയുന്നത്. അത് വരുന്നുണ്ട് കേട്ടോ.
പൂങ്കുലകളിൽ ഫലമുണ്ടാകുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? നോക്കിയൊക്കെ മാവിൻ്റെ ഈ പൂങ്കുലയിൽ കാണുന്നുണ്ടെങ്കിൽ നോക്കി ഒരു പൂങ്കുലയിൽ നിന്ന് നോക്കി ഒരു കുഞ്ഞു പൂങ്കുലയിൽ നിന്ന് ഒരു മാങ്ങ ഉണ്ടായി അല്ലേ. ഇനി വാഴയുടെ പൂങ്കുലിയാണെന്നുണ്ടെങ്കിലോ വാഴയുടെ പൂങ്കുലിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കണേന്ന് നോക്കി നോക്കിയേ. അതുപോലെ തന്നെ പ്ലാവിൻ്റെ പൂങ്കുല നോക്കി നോക്കിയേ, പ്ലാവിൻ്റെ പൂങ്കുലയിൽ നിന്ന് ഉണ്ടാക്കുന്നത് നോക്കി നോക്കിയേ. മാവിൻ്റെ ഈ പൂങ്കുലയിൽ ഓരോ പൂവും ഓരോ മാങ്ങയായിട്ട് മാറിയില്ലേ, ഓരോ പൂവും ഓരോ മാങ്ങയായിട്ട് മാറി. വാഴയുടെ പൂങ്കുലയിലും ഓരോ പൂവും ഫലമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. വാഴയുടെ പൂങ്കുലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ പൂവ് എന്തായിട്ട് മാറും അല്ലേ, ഓരോ പൂവും ഫലമായിട്ട് മാറാണ് ചെയ്യുന്നത്. ഇനി മാവ്, വാഴ എന്നിവയുടെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ, വേറെ വേറെ ആയിട്ടാണ് കാണപ്പെടുന്നത്, ഒറ്റയായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ പ്ലാവിൻ്റെ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒറ്റ ഫലമായി മാറുന്നു. പ്ലാവിൻ്റെ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ട്, ഈ ഫലങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും, ഒറ്റതായിട്ട് മാറും അല്ലേ. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒറ്റ ഫലമാകുന്നതിനെയാണ് സംയുക്ത ഫലം എന്ന് പറയുന്നത്. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒറ്റ ഫലമാകുന്നതിനെയാണ് സംയുക്ത ഫലം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കൈതച്ചക്ക, അഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക എന്നിവ. ഇനി എന്താണ് കപട ഫലങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോ ഫ്രൂട്ട് എന്ന് വെച്ചാൽ, നാം കാണുന്ന എല്ലാ ഫലങ്ങളും അണ്ഡാശയം വളർന്നിട്ടാണോ ഉണ്ടായിട്ടുള്ളത് നോക്കി നോക്കിയാൽ കശുമാങ്ങ നോക്കുകയാണേ. കശുമാങ്ങയിൽ ഏത് ഭാഗമാണ് ഫലം പോലെ ആയിട്ടുള്ളത്? കശുമാങ്ങയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഭാഗമായിരിക്കും ഫലമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കുക നോക്കി നോക്കിയേ. മറ്റു ഫലങ്ങളിൽ നിന്നും കശുമാങ്ങയ്ക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്? സാധാരണ പൂക്കളിൽ നമുക്കറിയാം ഫലമുണ്ടാകുന്നത് അണ്ഡാശയം വളർന്നിട്ടാണ് അല്ലേ. അണ്ഡാശയം വളർന്നിട്ടാണ് ഫലമായിട്ട് മാറിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില സസ്യങ്ങളിൽ അണ്ഡാശയമല്ലാതെ പൂവിലെ മറ്റ് ഭാഗങ്ങളും ഫലമായിട്ട് മാറാറുണ്ട്. ഇതിനെയാണ് കപട ഫലങ്ങൾ എന്ന് പറയുന്നത്. അണ്ഡാശയമാണ് ശരിക്കും പറഞ്ഞാൽ ഫലമായിട്ട് മാറേണ്ടത്. എന്നാൽ ചില സസ്യങ്ങളിൽ ഈ അണ്ഡാശയമല്ലാതെ മറ്റ് ഭാഗങ്ങൾ ഫലമായിട്ട് മാറുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് എന്ത് പറയുന്നത്, കപട ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കശുമാങ്ങയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കശുമാങ്ങയുടെ നോക്കി നോക്കിയേ, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫലമായിട്ട് മാറിയത് എന്താണ്, പൂഞ്ഞെട്ടാണ് അല്ലേ. നോക്കി നോക്കിയേ, ഇതിൻ്റെ പൂഞ്ഞെട്ട് അല്ലേ, കശുവണ്ടിയുടെ ഇവിടെ പൂഞ്ഞെട്ട് എന്ന് പറയുന്നത് അല്ലേ, ഇതാണ് പൂഞ്ഞെട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പൂഞ്ഞെട്ടല്ലല്ലോ അണ്ഡാശയം മാറിയിട്ട് അണ്ഡാശയമല്ലേ ഫലമായിട്ട് മാറുന്നത്, പൂഞ്ഞെട്ടാണ് ഫലമായിട്ട് മാറേണ്ടത് അല്ല. ഇവിടെ പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, പൂഞ്ഞെട്ടാണ് അല്ലേ, പൂഞ്ഞെട്ടാണ് ഇവിടെ ഫലമായിട്ട് മാറിയിരിക്കുന്നത്. അതിനെയാണ് കശുമാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ഫലമാണത്, കപട ഫലമാണ്. ആപ്പിളും സബർജെല്ലിയും നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ, ഇവയെല്ലാം കപടഫലങ്ങളാണ്. ആപ്പിൾ, സബർജെല്ലിയൊക്കെ എന്താണ്, കപടഫലങ്ങളാണ്. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, പുഷ്പാസനം വളർന്നിട്ടാണ് ഫലമായിട്ട് മാറിയിട്ടുള്ളത്. പുഷ്പാസനം ഇരിക്കുന്ന ഒരു സ്ഥലമല്ലേ, പുഷ്പാസനം എന്ന് പറഞ്ഞത് മറ്റു ഭാഗങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഫലമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലഘുഫലത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, മാങ്ങ എന്ന് പറയുന്നത് ലഘുഫലമാണ്. ഇനി നോക്കി കൈതച്ചക്ക നമ്മൾ പറഞ്ഞല്ലോ, കൈതച്ചക്ക എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് പറഞ്ഞത് സംയുക്ത ഫലത്തിന് എക്സാമാണ്. കൈതച്ചക്ക എന്താണ്, കൈതച്ചക്ക എന്ന് പറയുന്നത് സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ് അല്ലേ. കൈതച്ചക്ക എന്ന് പറയുന്നത് സംയുക്ത ഫലമാണ്. പപ്പായ ആണെങ്കിൽ ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം, അപ്പോൾ ലഘുഫലം അല്ലേ. പപ്പായ എന്ന് പറയുന്നത് ഒരു എണ്ണത്തിൽ നിന്ന് ഒരെണ്ണമാണ്. ഇനി കശുമാങ്ങ നമ്മൾ എന്താ പറയുന്നത്, കപടഫലമാണെന്ന് പറഞ്ഞു അല്ലേ, അതായത് പൂഞ്ഞെട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ കശുമാങ്ങ എന്ന് പറയുന്നത് എന്താണ്, കപടഫലമാണ്. അപ്പോൾ കപടഫലമാണെന്ന് മനസ്സിലായി. ഇനി സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പുഞ്ചഫലമാണ് അല്ലേ. സീതപ്പഴം പോലെ തന്നെയല്ലേ പുഞ്ചഫലം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കുറേ കൂടി ചേർന്നിട്ടുണ്ടാകുന്നതിനെന്ന് പറഞ്ഞു അല്ലേ, പുഞ്ചഫലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സ്ട്രോബെറി പുഞ്ചഫലമാണ്. ഇനി പേരയ്ക്ക എന്താണ്, ഒരെണ്ണത്തിൽ നിന്ന് ഒന്നല്ലേ അല്ലേ, ലഘുഫലമാണ്. ഇനി ചാമ്പയ്ക്കാണെങ്കിലോ, ചാമ്പയ്ക്ക എന്താണ്, ചാമ്പയ്ക്ക കപടഫലമാണ് കേട്ടോ, ചാമ്പയ്ക്ക കപടഫലമാണ്. അരണമരക്കായ എന്ന് പറയുന്നത് പുഞ്ചഫലമാണ്. അരണമരക്കായ എന്താണ്, പുഞ്ചഫലമാണ്. ആപ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, കപടഫലമാണ്. ഇനി ശീമച്ചക്ക എന്താണ്, സംയുക്ത ഫലമാണ്. അപ്പോൾ ലഘുഫലങ്ങൾ വരുന്നത് മാങ്ങ, പേരയ്ക്ക, പപ്പായ. പുഞ്ചഫലം സീതപ്പഴം, സ്ട്രോബെറി, അരണമരക്കായ്. സംയുക്ത ഫലം ശീമച്ചക്ക, കൈതച്ചക്ക, ഒരെണ്ണമായിട്ട് മാറിയിരിക്കുന്നത് അല്ലേ. ഇനി കപടഫലം കശുമാങ്ങ, ആപ്പിൾ, ചാമ്പയ്ക്ക എന്നിവയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞ ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് സംയുക്ത ഫലം, പുഞ്ചഫലം എന്ന് വെച്ചാൽ എന്തായിരുന്നു നോക്കി. പുഞ്ചഫലം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞത്, പുഞ്ചഫലം എന്ന് വെച്ചാൽ എന്താണ്, ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങളുണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങളും ഉണ്ടാകും. പക്ഷേ ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്ന് ഉണ്ടാകുന്ന ഫലങ്ങളെയാണ് പുഞ്ചഫലങ്ങൾ എന്ന് പറയുന്നത്. ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ളതിനെയാണെന്ന് പറയുന്നത് പുഞ്ചഫലം എന്ന് പറയുന്നത്, ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ളതിനെയാണ്. ഓക്കെ, എന്താണ് പുഷ്പകൃഷി.
ഫ്ലോറികൾച്ചർ എന്തൊക്കെയാണ് പൂക്കൾ കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളത്? മരുന്നുണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ സുഗന്ധം ഉണ്ടല്ലേ, സുഗന്ധം ഉണ്ടല്ലോ, പൂക്കൾക്ക് സുഗന്ധം ലഭിക്കുന്നുണ്ട്. സുഗന്ധം ലഭിക്കുന്നതിനായിട്ട് പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണം പിന്നെ അലങ്കാരത്തിനായിട്ട് അലങ്കാരത്തിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, പൂക്കൾ തേനായിട്ടല്ലേ, തേൻ കുടിക്കാനായിട്ടല്ലേ, തേൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചായല്ലേ, കളർ കൊടുക്കുന്നതിനായിട്ടും പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനത്തിലുള്ള പൂക്കളൊക്കെ നോക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ പൂക്കൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? പല നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പോൾ എന്താണ് ഫ്ലോറികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതിനെയാണ് പുഷ്പകൃഷി അഥവാ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. വാണിജ്യാടിസ്ഥാനത്തിലാണ് ഈ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെന്ന് പറയും ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് വളർത്തുന്ന പൂച്ചെടികൾ ഏതെല്ലാമാണ്? ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. റോസൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ, റോസ്, പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാറുള്ളതാണ്. ഇനി എന്താണ് ആന്തൂറിയം എന്ന് വെച്ചാൽ എന്താണ്? ആന്തൂറിയം എന്ന് വെച്ചാൽ റോസ്, ആന്തൂറിയം, താമര, മുല്ല, ഓർക്കിഡ്, ജമന്തി, സൂര്യകാന്തി, അരളി, തേച്ച് എന്നിവയൊക്കെ വാങ്ങിക്കുന്നതാണ് അല്ലേ. എന്താണ് ആന്തൂറിയം? പുഷ്പകൃഷിയിൽ പ്രാധാന്യമുള്ളൊരു സസ്യമാണ് ആന്തൂറിയം. ഇതിൻ്റെ ഏറ്റവും ആകർഷകമായ ഭാഗം എന്താണ്? രൂപാന്തരം പ്രാപിച്ച ഇലകളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ആന്തൂറിയം എന്ന് പറയുന്നത് പൂവാണ്, പക്ഷേ ശരിക്കും എന്താണത്? ഇലകളാണ് അല്ലേ. പൂവിനോട് ചേർന്ന് കാണുന്ന ഇത്തരം നിറമുള്ള ഭാഗങ്ങളിൽ സഹപത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്താ പറയുക? പൂ പോലെ കാണപ്പെടുന്നത് എന്താ പറയുക? സഹപത്രം എന്നാണ് അറിയപ്പെടുന്നത്. പരാഗണകാരികളെ ആകർഷിക്കുക എന്നാണ് സഹപത്രങ്ങളുടെ ധർമ്മം. ഈ കളർ കാണുമ്പോൾ പൂവാന്ന് വിചാരിച്ചിട്ട് പരാഗണകാരികൾ വരും അല്ലേ. വാഴ, ബോഗൻവില്ല എന്നീ സസ്യങ്ങളിലും ആകർഷകമായ സഹപത്രം കാണാനായിട്ട് കഴിയും. ബോഗൻവില്ലയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ഇല തന്നെയാണ് അല്ലേ പൂ പോലെ ആയിട്ട് കാണപ്പെടുന്നത്. പൂക്കൾ നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന മനോഹര കാഴ്ചകൾ മാത്രമല്ലെന്നും അതിന് മറ്റ് പല പ്രയോജനങ്ങളുണ്ടെന്ന് മനസ്സിലായി അല്ലേ. വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് സസ്യങ്ങളുടെ വംശം നിലനിർത്തുകയാണ് പൂക്കളുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. എന്താണ് പൂക്കളുടെ പ്രധാന ധർമ്മം? എന്നാണ് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക, സസ്യങ്ങളുടെ വംശം നിലനിർത്താം. ഇനി നമുക്ക് വിലയിരുത്താം എന്ന് പറയുന്നുണ്ട്. മാവ്, വാഴ, പ്ലാവ് എന്നീ സസ്യങ്ങളുടെ പൂവ്, ഫലം എന്നിവ താരതമ്യം ചെയ്ത് വ്യത്യാസങ്ങൾ എഴുതുക. എന്താണ്? പൂവ് നോക്കുകയാണെങ്കിൽ, മാങ്ങയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? മാങ്ങയിലാണെന്നുണ്ടെങ്കിൽ ദ്വിലിംഗ പുഷ്പങ്ങളാണ് അല്ലേ. മാങ്ങയിൽ നോക്കുകയാണെങ്കിൽ ദ്വിലിംഗ പുഷ്പങ്ങളാണ്. 2 പുഷ്പങ്ങളുണ്ട് അല്ലേ. ഓക്കെ, ദ്വിലിംഗ പുഷ്പങ്ങളാണ്. പിന്നെ പൂങ്കുലയിലെ ഓരോ പൂവും ഓരോ ഫലമായിട്ടാണ് മാങ്ങയിൽ മാറുന്നത്. മാങ്ങ എന്ന് പറയുന്നത് എന്ത് ഫലമാണ്? ലഘുഫലമാണ് അല്ലേ. മാങ്ങ എന്ന് പറയുന്നത് ലഘുഫലമാണ്. ഇനി വാഴപ്പഴമാണെങ്കിലോ, വാഴപ്പഴം എന്ന് പറഞ്ഞാൽ ഏകലിംഗ പുഷ്പങ്ങളാണ് അല്ലേ. വാഴപ്പഴം ഏകലിംഗ പുഷ്പങ്ങളാണ്. വാഴപ്പഴം എന്താണ്? ഏകലിംഗ പുഷ്പങ്ങളാണ്. പിന്നെ പൂങ്കുലയിലെ ഓരോ പൂവും ഓരോ ഫലമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ പാർത്തിനോകാർപ്പി ഫലം എന്ന് പറയുന്നത് വിത്തില്ലാ ഫലങ്ങളിലാണ്. പാർത്തിനോകാർപ്പി ഫലം എന്ന് വെച്ചാൽ പറയാം വിത്തില്ലാ ഫലങ്ങളെയാണ് പാർത്തിനോകാർപ്പി ഫലം എന്ന് പറയുന്നത്. അത് എക്സാമ്പിളാണ് വാഴപ്പഴം. അതുപോലെ തന്നെ ചക്ക നോക്കുകയാണെങ്കിൽ എന്താണ്? ഏകലിംഗ പുഷ്പമാണ് അല്ലേ. ചക്ക എന്ന് പറയുന്നത് ഏകലിംഗ പുഷ്പമാണ്. ചക്ക എന്ന് പറയുന്നത് എന്താണ്? ഏകലിംഗ പുഷ്പമാണ്. ഒരു ലിംഗം മാത്രമേ ഉള്ളൂ അല്ലേ. ചക്കയ്ക്കാണെങ്കിലും വാഴയ്ക്കാണെങ്കിലും വാഴപ്പഴത്തിനൊക്കെ എന്താണ്? ഒരു ലിംഗം മാത്രമുള്ളൂ. ഓക്കെ, ഏകലിംഗ പുഷ്പങ്ങളാണ്. പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒറ്റ ഫലമായിട്ട് മാറാണ് ചെയ്തിരിക്കുന്നത്. സംയുക്ത ഫലമാണ്. ഇനി താഴെ പറയുന്നതിൽ തെങ്ങുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? തെങ്ങുമായിട്ട് യോജിക്കാത്തത് ഏതാണെന്ന് നോക്കി നോക്കാം. ഒരു ദ്വിലിംഗ സസ്യമാണ് തെങ്ങ് എന്ന് പറയുന്നത്. തെങ്ങ് എന്ന് പറയുന്നത് ഒരു ദ്വിലിംഗ സസ്യമാണ് അല്ലേ. ഒരെണ്ണത്തിൽ തന്നെ എന്തുണ്ട് ഇത്? അപ്പോൾ ദ്വിലിംഗ സസ്യമാണ്. തെങ്ങിൽ ആൺപൂക്കളും പെൺപൂക്കളും പ്രത്യേകമായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ. അത് കാരണം ദ്വിലിംഗ സസ്യം എന്ന് പറഞ്ഞത് ഒരു തെങ്ങിൽ ആൺപൂക്കളും പെൺപൂക്കളും പ്രത്യേകമായിട്ട് കാണപ്പെടുന്നുണ്ട്. ദ്വിലിംഗ സസ്യമാണ്. അതിനാൽ പെൺപൂക്കളിൽ നിന്നാണ് തേങ്ങ ഉണ്ടാകുന്നത് അല്ലേ. പെൺപൂക്കളിൽ നിന്നാണ് തേങ്ങ ഉണ്ടാകുന്നത്. കേസരപ്പുടം, ജനീപ്പുടം എന്നിവ ഒരേ പൂവിലാണ് കാണപ്പെടുന്നത്. കേസരപ്പുടം, ജനീപ്പുടം എന്നിവ ഇത് തെറ്റാണ്. കേസരപ്പുടം, ജനീപ്പുടം ഒരേ പൂവിൽ കാണപ്പെടുന്നു പറയുന്നതാണ് തെറ്റായിട്ടുള്ളത്. അതിന് ശരിയായത് തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുക. പുഞ്ചഫലം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് പുഞ്ചഫലം എന്ന് പറയുന്നത്. സംയുക്ത ഫലം എന്ന് വെച്ചാൽ ഒരു പൂങ്കുലയിൽ നിന്ന് ധാരാളം ഫലങ്ങൾ ഉണ്ടാകും. ഇവയെല്ലാം ചേർന്നിട്ട് ഒരു ഫലം പോലെയാകും. ലഘുഫലം ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? പദാർത്ഥങ്ങളുടെ കൂട്ടായ്മയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.